സെക്കൻഡ് ഇയറിൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ന് തുടങ്ങുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾക്ക് പഠിക്കേണ്ട എത്ര ചാപ്റ്ററുകളാണെന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിക്കാനുള്ളത്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. അതിലൊന്നാമത്തെ പാർട്ടിൽ 7 ചാപ്റ്ററുകളും രണ്ടാമത്തെ പാർട്ടിൽ 5 ചാപ്റ്ററുകളുമാണ് മൊത്തം പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് ആണ്. അതിൽ തന്നെ 7 ടോപ്പിക്കുകളാണ് കവർ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ സ്ട്രക്ചർ, സെക്കൻഡ് പോയിന്റർ അലോക്കേഷൻ, മൂന്നാമത് മെത്തേഡ്സ് ഓഫ് മെമ്മറി, ഓപ്പറേഷൻസ് ഓൺ പോയിന്റേഴ്സ്, പോയിന്റർ ആൻഡ് അറേ, പോയിന്റർ ആൻഡ് സ്ട്രിംഗ്, പോയിന്റർ ആൻഡ് സ്ട്രക്ചർ. അങ്ങനെ 7 സെക്ഷനായിട്ട് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. പക്ഷേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഒരു സിമ്പിൾ പ്രോഗ്രാം ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാവർക്കും ഓർമ്മയുള്ളത് തന്നെയാണ് 2 സംഖ്യകൾ ആഡ് ചെയ്യുന്ന പ്രോഗ്രാം. അതെല്ലാവരും സ്ഥിരം എഴുതുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാം എഴുതണമെങ്കിൽ നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. ഹെഡർ ഫയലുകൾ വേണം, യൂസിങ് നെയിം സ്പേസ് std കൊടുക്കണം, ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമിനെ അടിസ്ഥാനപ്പെടുത്തി ഐഡൻറ്റിഫയറുകൾ കൊടുക്കണം. ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് മെമ്മറി സ്പേസിൻ്റെ അലോക്കേഷനാണ്. ഇതെല്ലാം ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഐഡൻറ്റിഫയർ കൊടുക്കുമ്പം അതിൻ്റെ ഏത് തരത്തിലുള്ള ഡാറ്റയാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം, ഡാറ്റ ടൈപ്പ് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇൻറ്റീജർ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് ഇൻറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇൻറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കണ്ടു നിങ്ങൾ, ഇൻറ്റ് എന്നുള്ളത് ബ്ലൂ കളറിൽ കാണിച്ചു. അപ്പോൾ നമുക്കറിയാം ജീനിയിൽ ബ്ലൂ കളറിൽ കാണിക്കുന്നതെല്ലാം കീവേഡാണ്. കീവേഡ് എന്ന് പറഞ്ഞാൽ റിസർവ് വേർഡാണ്, അതും അറിയാം. പിന്നെ മെസ്സേജ് സ്ക്രീനിൽ വരണമെങ്കിൽ, ഔട്ട്പുട്ട് സ്ക്രീനിൽ വരണമെങ്കിൽ സി ഔട്ട് എന്നുള്ള ഇൻസേർഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കണം. അതേപോലെ തിരിച്ച് കീബോർഡിൽ നിന്ന് മെമ്മറിയിലോട്ട് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സി എന്നുള്ള എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഈ 2 സംഖ്യകൾ ഇൻപുട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഓപ്പറേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. സി ഈക്വൽ ടു a+b എന്നുള്ള ഓപ്പറേറ്റർ ഉപയോഗിച്ചു. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം റണ്ണിൻ്റെ ഒരു സ്ക്രീൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റർ ദ വാല്യൂസ്. എൻ്റർ ദ വാല്യൂസ്, ഫസ്റ്റ് വാല്യൂ 3 കൊടുത്തു, അത് എയിൽ സ്റ്റോർ ചെയ്യും. സെക്കൻഡ് വാല്യൂ 4 കൊടുത്തു, അത് ബിയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടും കൂടെ കാൽക്കുലേറ്റ് സി ഈക്വൽ ടു a+b. അപ്പോൾ ആ റിസൾട്ട് 7 എന്ന് നമുക്ക് സ്ക്രീനിൽ വരണമെങ്കിൽ, ഇതേപോലെ പ്രിൻറ്റിങ് കിട്ടണമെങ്കിൽ സി ഔട്ട് എന്നുള്ള ഇൻസേർഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കണം. /t കൊടുക്കാനുള്ള കാരണം റിസൾട്ട് കഴിഞ്ഞിട്ട് 5 സ്പേസ് മാറി നിൽക്കണം, അതുകൊണ്ട് /t ഉപയോഗിച്ചു. എന്നിട്ട് സി എന്ന് എഴുതേണ്ടത്, സി എന്നുള്ളത് ഡബിൾ കൊട്ടേഷൻ കൊടുക്കരുത്. സി എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിഫയർ ആണ്, ഐഡൻറ്റിഫയർ മെമ്മറി ലൊക്കേഷനാണ്. മെമ്മറിയിലുള്ള കണ്ടന്റ് നമുക്ക് സ്ക്രീനിൽ വരണമെങ്കിൽ ഡബിൾ കൊട്ടേഷൻ കൊടുക്കാൻ പാടില്ല, കൊടുത്താൽ തെറ്റിപ്പോകും. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പറയുകയാണ് ഒരു 20 സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ ഹെഡർ ഫയലുകൾ യൂസിങ് നെയിം സ്പേസ് std 20 ഐഡൻറ്റിഫയർ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യും. ABCD അങ്ങനെ എഴുതി ST വരെ എഴുതുമ്പോൾ 20 കിട്ടും. എന്നിട്ട് ഫ്ലോട്ട് ആവറേജ്, ഇതിൻ്റെ ടോട്ടൽ ഇവിടെ കൊടുത്തു. ഡാറ്റ ടൈപ്പാണ് ഇൻറ്റീജർ. നമ്മൾ കൊടുക്കാൻ പറ്റുന്ന സംഖ്യകളെ ഇൻറ്റീജറാണ്. പക്ഷേ ഫ്ലോട്ട് വാല്യൂ കൊടുക്കുന്ന സംഖ്യകളെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ ഇൻറ്റീജർ ആകണമെന്നില്ല, ആൻസർ കിട്ടുന്നില്ല. ഫ്ലോട്ട് ആയിരിക്കാം, ഇൻറ്റീജർ ആയിരിക്കാം, ഏത് കിട്ടിയാലും ഫ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞു. ഇനി പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇൻപുട്ടുകൾ കൊടുക്കണം. 20 ഇൻപുട്ടുകൾ കൊടുക്കണം. അതിനുവേണ്ടി സി എന്നുള്ള എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ സംഖ്യകളും കൂട്ടിയിട്ട് അതിനെ എന്ത് ചെയ്യണം, 20 കൊണ്ട് ഹരിക്കണം. എന്നിട്ട് ഔട്ട്പുട്ട് സി ഔട്ട് AVG എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ആലോചിച്ചു, ഇപ്പോൾ 20 കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ ഒരു 500 സംഖ്യകളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, 500 വേരിയബിൾ കൊടുക്കൽ പ്രയാസമാണ്. ഇപ്പോൾ നമുക്ക് വണ്ടികളുടെ നമ്പർ കൊടുക്കുന്ന പോലെ വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കും, ABC, പിന്നെ AA, BB, അങ്ങനെയാണ് പോവുക. അതൊക്കെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്ത്, അറേസ് ആണ് നമ്മൾ പഠിച്ചത്. പിന്നെ അറേസ് എങ്ങനെയാണെന്ന് നോക്കാം.
ഇപ്പോൾ arrays are used to store multiple values in a single variable instead of declaring separate variables for each value. To declare an array, define the variable type, specify the name of the array followed by square brackets and specify the number of elements it should store. അതായത് ഇപ്പം കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ ഓരോ ഇൻപുട്ട് കൊടുക്കാനും ഓരോ മെമ്മറി സ്പേസുകളാണ് യൂസ് ചെയ്ത് ഐഡൻറ്റിഫയർ ഉപയോഗിച്ചു. അപ്പം കണ്ടമാനം കൂടുതൽ ഇൻപുട്ടുകൾ കൊടുക്കണമെങ്കിൽ നമ്മൾ അത്രയോ വേരിയബിൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് അറേ വരാനുള്ള അറേ എന്നുള്ള ഉപയോഗം. അറേ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ്, ഒരേ തരത്തിലുള്ള ഒരേ ടൈപ്പിൽപ്പെട്ടത് ഒന്നിൽ കൂടുതൽ ഒരു നെയിമിൻ്റെ കീഴിൽ ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, അറേ എന്ന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ അറേ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഒന്നും കൂടി പറയാം. എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് ചാർ NA(20). ഇപ്പോൾ ഇവിടെ ചാർ ക്യാരക്ടറാണ് ചാർ ഉദ്ദേശിച്ചത്. NA(20) എന്ന് പറഞ്ഞാൽ NA എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിഫയറിൽ 20 സ്പേസ് ഉണ്ടായിരിക്കും. ക്യാരക്ടറിന് എത്ര ബൈറ്റ് എടുക്കുന്നുണ്ട്? 1 ബൈറ്റ്. അപ്പോൾ 20 ബൈറ്റുകൾ അതിന് വേണ്ടി യൂസ് ചെയ്യും. അതുപോലെ അപ്പോൾ നമുക്കിവിടെ ക്യാരക്ടർ NA എന്ന് കൊടുത്താൽ നമുക്കിപ്പോൾ ഒരു പേര് രാജു എന്ന് എഴുതണം. അപ്പോൾ NA എന്ന് മാത്രമാണെങ്കിൽ RA കൊടുക്കാൻ പറ്റുള്ളൂ, AJU കൊടുക്കാൻ കഴിയില്ല. അന്നേരമാണ് നമ്മൾ അറേ ഉപയോഗിക്കുന്നത്. ഒരേ ടൈപ്പ് ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ പോകണമെങ്കിൽ ആണ് അറേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അതേപോലെ ഇൻ്റെ നം ഓഫ് 100 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് അറേ ക്രിയേറ്റ് ചെയ്യും. എത്ര? 100 സ്പേസ് ഉള്ള അറേ. ഓരോ ബൈറ്റും എത്ര എടുക്കും? ഇൻറ്റീജറിന് 4 ബൈറ്റ്. 4 × 100 400 ബൈറ്റ് നം എന്നുള്ള വേരിയബിളിൽ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അറേ ഡിക്ലെയർ ചെയ്യുന്നതും പ്രോഗ്രാമിൽ എഴുതാൻ ഉപയോഗിക്കുന്നതും. C++ൽ അറേ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് 1 ഡയമെൻഷണൽ അറേ, സെക്കൻഡ് മൾട്ടി ഡയമെൻഷണൽ അറേ. അല്ലെങ്കിൽ സിംഗിൾ ഡയമെൻഷനോ അല്ലെങ്കിൽ 2 ഡയമെൻഷനോ ഉപയോഗിക്കാം. അപ്പോൾ ഈ 2 തരത്തിൽ അറേയാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് 1 ഡയമെൻഷണൽ അറേ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. 1 dimensional array. 1 dimensional array or single dimensional array is a type of linear array. Accessing its element involves a single subscript which can either represent a row or column index. ഇപ്പോൾ നമ്മൾ മുകളിൽ എഴുതിയതാണ്. മുകളിൽ എഴുതിയത് 1 dimensional array ആണ്. ഇൻറ്റ് നമ്പർ ഓഫ് 10. അപ്പോൾ ഇൻറ്റ് നമ്പർ ഓഫ് 10 എന്ന് എഴുതി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഇതേപോലെ 10 സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അറേ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് വാല്യൂ തുടങ്ങുന്ന 1-ലാണ്, 0-ലാണ്. കണ്ടോ? നമ്പർ ഓഫ് 0, നമ്പർ ഓഫ് 1, നമ്പർ ഓഫ് 2, അങ്ങനെ അപ് ടു എതുവരെ പോകും? 10 കൊടുത്തിരിക്കുന്നതെങ്കിൽ 9 ആകുമ്പോഴത്തേക്ക് 10 സ്പേസ് ഫില്ല് ചെയ്യും. പിന്നെ അറേയുടെ ഒരു എക്സാമ്പിളാണ്, റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ സ്ഥിരം പറയാറുള്ളതാണ്, ട്രെയിൻ ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റാണ്. ഓരോ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ആളെ കൊള്ളുന്ന പോലെ തന്നെ ഇതൊരു കമ്പാർട്ട്മെൻറ്റ് പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 1ാമത്തെ കമ്പാർട്ട്മെൻറ്റ്, 2ാമത്തത്, 3ാമത്തത്. അപ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിളിന് പറയാൻ പറ്റുന്നതാണ് ട്രെയിൻ. അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലോർ മാത്രം എടുക്കുകയാണെങ്കിൽ അതിന് ഒരു 1 ഡയമെൻഷണൽ അറേ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ വേറൊരു അറേ ക്രിയേറ്റ് ചെയ്തു, ഇൻറ്റ് A(6). അപ്പോൾ നമുക്കിവിടെ വാല്യൂ കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ പൊസിഷനിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ 6 ആണെങ്കിൽ 6, 2ാമത്തെ പൊസിഷൻ 7. അങ്ങനെ ഓരോ ഇൻപുട്ടുകൾ നമുക്ക് കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ പൊസിഷനാണ് ഇൻപുട്ട് വരിക. അപ്പോൾ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞ അപ്പോൾ നമ്മൾ പറയുന്നു ഇൻറ്റ് A(6). ഇൻറ്റ് A(6) എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിഫയറിൻ്റെ കീഴിൽ 6 പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പം 1ാമത്തെ ഇൻപുട്ട് A(0) എന്നുള്ള പൊസിഷനിലാണ് പോവുക, 2ാമത്തത് A(1)ൽ. അങ്ങനെ ഇതുവരെ പോകും? 6 ഇൻപുട്ട് ആണെങ്കിൽ A(5) വരെയുള്ള ഇൻപുട്ടുകൾ നമുക്ക് അറേയിൽ കൊടുക്കാൻ പറ്റും. അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിളാണ് ട്രെയിൻ. ഇനി അതേപോലെ 2 ഡയമെൻഷണൽ അറേ വരുന്നുണ്ട്. 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ അറേ. A 2-dimensional array is an array in which each element itself is an array. For instance, an array AR of Mn is a 2-dimensional array which contains m single-dimensional array, each of which has n elements. Otherwise, we can say that AR of Mn is a table containing m rows and n columns. നമ്മൾ 1 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പം ഒറ്റ
ഒറ്റ റോ ഉണ്ടാവുള്ളൂ, കോളങ്ങളുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ 2 ഡയമെൻഷണൽ അറേയിൽ എന്തൊക്കെ ഉണ്ടാവും? റോയും കോളവും ഉണ്ടാവും. ഇൻ ദി AR ഓഫ് 3 ഓഫ് 5 എന്ന് പറയുമ്പം 3 റോയും 5 കോളങ്ങളുമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ റിയൽ ലൈഫ് നമ്മൾ എന്നും കാണുക. നമ്മൾ സ്കൂളിലോട്ട് പോകുമ്പോൾ തന്നെ ആദ്യം നോക്കുന്നതാണ് ടൈം ടേബിൾ. ടൈം ടേബിൾ ഒരു 2 ഡയമെൻഷണൽ അറേയുടെ എക്സാമ്പിളാണ്. അതുപോലെ ഫ്ലാറ്റിന് എന്തൊക്കെയുണ്ട്? റോയും കോളവും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അതങ്ങനെ. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ ബിൽഡിംഗ് തന്നെ ഒരു 2 ഡയമെൻഷണൽ അറേയുടെ എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ സൈസും അതേപോലെയാണ്. ഇൻഡ് എന്ന് പറയുമ്പോൾ 3, 5 എന്ന് പറഞ്ഞാൽ 3 × 5 എത്ര വരും? 15. 15 × 4 മൊത്തം സ്പേസ് ബൈറ്റ്. നേരത്തെ നമ്പർ ഓഫ് 10 എന്ന് പറഞ്ഞപ്പോൾ ഇൻറ്റീജർ ആയതുകൊണ്ട് ഒരു ബൈറ്റിന് 4 സ്പേസ് എടുക്കും. അപ്പോൾ 4 × 100 ആണെങ്കിൽ 400 സ്പേസ്. ഇവിടെ റോയും കോളം ആയതുകൊണ്ട് 3 × 5 25 × 4 സ്പേസ് വരിക. അത് കൂട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചിലപ്പം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമുക്ക് പഠിക്കാനുള്ള എന്താണ്? സ്ട്രക്ചർ. ഇപ്പം നമ്മൾ ഒരേ ടൈപ്പ് ഒന്നിൽ കൂടുതൽ കൊടുക്കാൻ വേണ്ടിയാണ് അറേ ഉപയോഗിച്ചത്. ഇനി നമ്മൾ പറയുന്നത് ഒരു മെമ്മറി സ്പേസിൽ തന്നെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പുകൾ കൊടുക്കണം. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് ഇൻറ്റീജർ ആയിരിക്കാം, ഫ്ലോട്ട് ആയിരിക്കാം, ക്യാരക്ടർ ആയിരിക്കാം, ഡബിൾ ആയിരിക്കാം, ലോങ് ആയിരിക്കാം, ഏതോ ആയിക്കോട്ടെ. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചാണ് നമുക്കിനി പഠിക്കാനുള്ളത്. Structure is a user-defined data type of C++ to represent a collection of logically related data items which may be of different type under a common name. അതായത് പൊതുവായ ഒരു പേര് കൊടുത്തിട്ട് അതിൻ്റെ കീഴിൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് വരിക. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ നമ്മുടെ ഐ ഡി കാർഡിൽ കുട്ടിയുടെ എന്തൊക്കെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്? കുട്ടിയുടെ പേര്, കുട്ടിയുടെ റോൾ നമ്പർ അല്ലെങ്കിൽ ഫോൺ നമ്പർ, അഡ്രസ്സ്. അപ്പോൾ എല്ലാം വ്യത്യസ്തമാണ്. കുട്ടിയുടെ പേര് ക്യാരക്ടറാണ്, കുട്ടിയുടെ റോൾ നമ്പർ ഇൻറ്റീജറാണ്, കുട്ടിയുടെ ഹൈറ്റ് ഫ്ലോട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായി അത് ഒറ്റ ഒരു മെമ്മറി സ്പേസിലൂടെ മാറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്, കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രക്ചർ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യണം. അതാണ് അതിൻ്റെ സിൻറ്റാക്സ്. നമ്മൾ ഇനി പ്രോഗ്രാമിലോട്ട് അടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പം പഠിക്കേണ്ടത് എങ്ങനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ അറേ ആണെങ്കിൽ നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുക? ഡാറ്റ ടൈപ്പ്, അറേ നെയിം, പിന്നെ ഇൻഡെക്സ് വാല്യൂ, അങ്ങനെയാണ് ഉപയോഗിച്ചത്. അതേപോലെ എങ്ങനെ നമുക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം? സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ, സ്ട്രക്ട് എന്നുള്ള കീവേഡ് ആയാൽ അത് നീല അക്ഷരത്തിൽ കാണിക്കും. അത് നിർബന്ധമുള്ള കാര്യമാണ്. നിർബന്ധം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ വന്നിട്ടില്ല എങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. സ്ട്രക്ട്, പിന്നെ അത് സ്പേസ് കൊടുത്തിട്ട് എന്താണോ നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്ട്രക്ചറിൻ്റെ പേര്, ആ കൊടുക്കുന്ന പേര് ഒരു പുതിയ ഡാറ്റ ടൈപ്പായിട്ട് മാറണം. നമ്മൾ ഇൻഡ് എ എന്ന് എഴുതിയാൽ ഇൻറ്റീജർ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പാണ്. അതിൽ എ ആണ് മെമ്മറി സ്പേസ് ഐഡൻറ്റിഫയർ. അപ്പോൾ ആ എയിൽ പോകുന്ന ഇൻറ്റീജർ വാല്യൂ ആയിരിക്കാം. അതേപോലെ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. അപ്പോൾ യൂസർ ക്രിയേറ്റ് ചെയ്യാണ് പുതിയൊരു ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇവിടെ സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. അതിന് നമുക്ക് ഇഷ്ടമുള്ളൊരു പേരും കൊടുക്കാൻ പറ്റും. സ്ട്രക്ചർ ടാഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ നെയിം അത് കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ബ്രാക്കറ്റ് ക്ലോസും ചെയ്യണം, സെമി കോളൻ കൊടുക്കണം. സിൻറ്റാക്സ് ആണ്, സിൻറ്റാക്സ് ഒക്കെ ഓർത്ത് വെച്ചോളാം. സ്ട്രക്ചർ നെയിം, ബ്രാക്കറ്റ് ഓപ്പൺ. ഇനി അത് റിലേറ്റഡ് ആ ഡാറ്റ ടൈപ്പ്. നമ്മളൊരു കുട്ടിയുടെ ഡാറ്റ ടൈപ്പ് പറയുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? കുട്ടിയുടെ നെയിം, റോൾ നമ്പർ, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഒരു ലിസ്റ്റ് ഇവിടെ ക്രമപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണെങ്കിൽ ഇവിടെ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം എന്നാണ് പറയുന്നത്. ഡാറ്റ ടൈപ്പ് കുട്ടിയുടെ റോൾ നമ്പർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇൻഡ്. വേരിയബിൾ നെയിം റോൾ നമ്പർ ആണെങ്കിൽ ആറിന് കൊടുക്കാം. രണ്ടാമത്തത് കുട്ടിയുടെ പേരാണെങ്കിൽ നമ്മൾ ഡാറ്റ ടൈപ്പിൻ്റെ ഇവിടെ ക്യാരക്ടർ എഴുതും. നെക്സ്റ്റ് അതിനൊരു പേരും കൊടുക്കും, നെയിം. നെയിമെന്ന് മാത്രം കൊടുത്താൽ പോരാ, അതിന് അറേയും കൂടെ കൊടുക്കണം, സ്പേസിൻ്റെ എണ്ണം കൂട്ടണം. അങ്ങനെ എത്ര എണ്ണം വേണോ അത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രേസസ് കൊടുത്ത് സെമിക്കോളൻ കൊടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇൻ ദി എബോവ് സിൻറ്റാക്സ്, സ്ട്രക്ട്
is the keyword to define a structure tag is an identifier and variable 1, variable 2, variable n are identifiers to represent the data item constituting the grouped data. The identifier used as the structure tag or structure name is the ന്യൂ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്ട്രക്ചറിനുള്ള കീവേഡ് യൂസ് ചെയ്യണം, പുതിയ ഡാറ്റ ടൈപ്പിന് നമ്മൾ പേര് കൊടുക്കണം, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഡാറ്റകളെല്ലാം താഴെ ഡിഫൈൻ ചെയ്യണം. ഇതാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ. ഇനി നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ, ഇന്ന് ജസ്റ്റ് ഇത് മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെയാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ സിൻടാക്സുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്കത് ഒരു സ്ട്രക്ചർ എഴുതാം. ഇപ്പോൾ സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. അതിന് നമുക്ക് ഇഷ്ടമുള്ള പേര്, ഞാൻ കൊടുത്ത പേര് സ്റ്റുഡൻ്റ് ആണ്. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയ പേര് കൊടുക്കണം. അങ്ങനെയാണല്ലോ പേരുകൾ ഇടുന്നത്. നമുക്കൊക്കെ പേരിട്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്ക് ചേരുന്ന പേര് ഇടുള്ളൂ, ഒരിക്കലും പെൺകുട്ടിയുടെ പേര് ഇടാറില്ല. അപ്പോൾ അതേപോലെ നമ്മൾ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒരു പേര് കൊടുക്കുന്നതായിരിക്കും പ്രോഗ്രാമിൻ്റെ ഭംഗി. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് എഴുതിയതുകൊണ്ട് സ്ട്രക്ട് സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു. ഇനി അതുമായി റിലേറ്റഡ് ആയ ഡാറ്റ ടൈപ്പുകളാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ ഐറ്റം ഇൻറ്റു റോൾ നമ്പർ. അവൻ്റെ നമ്പർ കൊടുക്കാൻ അവിടെ അറയുടെ ആവശ്യമില്ല, ആറെന്ന് മാത്രം കൊടുത്താൽ മതി. അവൻ്റെ നമ്പർ 10 ആകാം, 20 ആകാം, ഒരു നമ്പറേ വരുന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിലാണ് റോൾ നമ്പറിന് 20 എന്ന് കൊടുത്താൽ 20 നമ്പറുകൾ കൊടുക്കാം. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇൻറ്റ് RN. നെക്സ്റ്റ് കുട്ടിയുടെ ഏജ്, ഇൻറ്റ് ഏജ് കൊടുക്കുന്നു. നെക്സ്റ്റ് ക്യാരക്ടർ നെയിം ഓഫ് 25. എന്തുകൊണ്ടാണ് ക്യാരക്ടർ നെയിം ഓഫ് 25 കൊടുക്കാനുള്ള കാരണം? നെയിം എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ലെറ്ററുകൾ വരുന്നുണ്ട്, ഒന്നല്ല. ഒരിക്കലും ആർക്കും ഒരു എന്നോ ബിന്നോ സിന്നോ പേരില്ല. എന്തെങ്കിലും ഒരു പേരായിരിക്കും, ബാബുന്നോ രാമുന്നോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഒന്നിൽ കൂടുതൽ ലെറ്ററുകൾ വരുമ്പം അതിന് അറേ കൊടുക്കണം. ഇത് ക്യാരക്ടർ അറേയാണ്. പിന്നെ അടുത്ത ഫ്ലോട്ട്, ഹൈറ്റ്. കുട്ടിയുടെ ഹൈറ്റ് കൊടുക്കുമ്പം ഇൻറ്റീജർ കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ്? ഒരാളുടെ ഹൈറ്റ് നമ്മൾ എപ്പോഴും ഒരു ഇൻറ്റീജർ വാല്യൂലല്ല പറയാം. ഇൻറ്റീജർ വാല്യൂ എന്ന് പറയുന്നത് കൗണ്ടിങ് നമ്പറാണ്, എണ്ണാൻ ഉപയോഗിക്കുന്നത്. 1 2 3 4 5 6 അങ്ങനെയുള്ളതാണ് ഇൻറ്റീജർ വാല്യൂസ്. ഫ്ലോട്ടിംഗ് എന്ന് പറയുന്ന മെഷറിംഗ് വാല്യൂ ആണ്, അളക്കാനുള്ളതാണ്, അളവ് പറയാൻ. അപ്പോൾ ഹൈറ്റ് പറയുമ്പോൾ അളവാണ്. 3 അടി 4 ഇഞ്ച് അങ്ങനെ പറയുമ്പം എന്തായാലും പോയിന്റ് വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്ലോട്ട് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ സ്ട്രക്ട് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കി. അതുമായി റിലേറ്റഡ് ആയ ഡാറ്റ ടൈപ്പുകളാണ് ഇൻറ്റ്, ക്യാരക്ടർ, ഫ്ലോട്ട്. ഇനി നമുക്ക് ഇൻറ്റ് എ എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു. എ എന്ന് പറഞ്ഞ ഐഡൻറ്റിഫയറിൽ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുതിയൊരു ഡാറ്റ ടൈപ്പാണ് സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പം സ്റ്റുഡൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഡാറ്റ ടൈപ്പ്. എ എന്ന് പറയുന്നത് വേരിയബിൾ നെയിം. ഇനി ഈ വേരിയബിള് ഏതൊക്കെ ഇൻപുട്ടുകൾ കൊടുക്കാൻ പറ്റും? റോൾ നമ്പർ, ഏജ്, നെയിം, ഹൈറ്റ്. അപ്പോൾ ഇവിടെ അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഒന്നാമത്തത് റോൾ നമ്പർ കൊടുക്കാനുള്ള സ്പേസ്, രണ്ടാമത് ഏജ് കൊടുക്കാനുള്ള സ്പേസ്, പിന്നെ ബാക്കി എത്ര ഉണ്ട്? 10 സ്പേസുകൾ നെയിം കൊടുക്കാനുള്ളത്, ലാസ്റ്റ് ഹൈറ്റ്. അപ്പോൾ ഇത് എ എന്ന് പറഞ്ഞ മെമ്മറി സ്പേസിൽ അലോക്കേറ്റ് ചെയ്യുന്ന സ്പേസുകളാണ്. റോൾ നമ്പർ, ഏജ്, നെയിം ഓഫ് 10, ഹൈറ്റ്. അപ്പോൾ ഇത്ര സ്പേസ് എ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചോദിക്കും സ്റ്റുഡൻറ്റ് എയിൽ എത്ര ബൈറ്റ് മെമ്മറി സ്പേസ് എടുക്കുന്നുണ്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടണം. റോൾ നമ്പർ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇൻറ്റീജറാണ്, 4 ബൈറ്റ്. ഏജിന് 4 ബൈറ്റ്, 4 4 8. പിന്നെ നെയിം ഓഫ് 25 ആണ്. ഇവിടെ ഞാൻ 10 ആണ്. നെയിം ഓഫ് 25 ആണെങ്കിൽ 25 നെയിം ഓഫ് 25 കൊടുത്താൽ 25 സ്പേസ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ 10 കൊടുത്തുള്ളൂ. 25 സ്പേസ് ഉണ്ടെങ്കിൽ ഇവിടെ റോൾ നമ്പർ 4, ഏജ് 4, 4 4 8, നെയിം ഓഫ് 25, 25 8 കൂട്ടണം. എത്ര വരും? 33 പ്ലസ് അതിനോട് ഹൈറ്റിന് എത്ര? ഫ്ലോട്ട് ആയതുകൊണ്ട് 4 ബൈറ്റ്. മൊത്തം 37 ബൈറ്റാണ് നമ്മൾ എ എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിളിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ കൊടുത്ത. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ക്രിയേഷൻ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് സ്ട്രക്ചർ എന്താണെന്നാണ് പഠിക്കേണ്ടത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് റിലേറ്റഡ് ഡാറ്റ ടൈപ്പ്, കോമ്പിനേഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ. അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു.
ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സിൻടാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചറിൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് അതുമായി റിലേറ്റഡ് ആയ ഡാറ്റ ടൈപ്പുകൾ 1 by 1 ആയി കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ കൊടുത്തു. സ്ട്രക്ട് സ്റ്റുഡൻറ്റ്, അതുമായി ബന്ധപ്പെട്ട ഡാറ്റ ടൈപ്പുകളാണ് RN, ഏജ്, ക്യാരക്ടർ നെയിം ഓഫ് 25, പ്ലോട്ട് ഹൈറ്റ്. അപ്പം എന്നിട്ട് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പുതിയൊരു ഡാറ്റ ടൈപ്പ് ആണ് സ്റ്റുഡൻറ്റ്. അത് വെച്ചൊരു വേരിയബിൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. ഇൻഡ് എ എന്നും പിന്നെ ഫ്ലോട്ട് ബി എന്നും പറയുന്ന പോലെ തന്നെ സ്റ്റുഡൻറ്റ് എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ വേരിയബിളിൽ ഇത്ര മെമ്മറി സ്പേസ് കിട്ടും. റോൾ നമ്പർ 4 ബൈറ്റ്, ഏജിൻ്റെ 4 ബൈറ്റ്, നെയിം ഓഫ് 25 എന്ന് പറഞ്ഞാൽ 25 സ്പേസ് 1 ബൈറ്റ് വീതമാണ് ക്യാരക്ടർ ആയതുകൊണ്ട്, പിന്നെ ഹൈറ്റിന് 4 ബൈറ്റ്, എല്ലാം കൂടെ കൂട്ടുന്ന സ്പേസാണ് എക്ക് കിട്ടുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോ കാണുകയും നോട്ടുകൾ എല്ലാം എഴുതിയെടുക്കുകയും വേണം. ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് എഴുതി പോവുക, ഇല്ലെങ്കിൽ എല്ലാം മറക്കും. ആവർത്തിച്ച് പഠിക്കുക. ഇനി നാളെ ബാക്കി സെക്ഷൻ നമ്മൾ പഠിക്കാം. എങ്ങനെയാണ് ഇനി അടുത്ത പഠിക്കാനുള്ളത് എങ്ങനെയാണ് സ്ട്രക്ചർ വെച്ച് പ്രോഗ്രാം ആക്കി മാറ്റുന്നത്. ഇതതിൻ്റെ ഒരു സിൻടാക്സും അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നാളെ നമുക്കൊരു പ്രോഗ്രാമിൽ കൂടി ഇതിൻ്റെ ഉപയോഗവും എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതും എങ്ങനെയാണ് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നതൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറേയും സ്ട്രക്ചറും ഒക്കെ പഠിച്ചതാണ്. ഞാൻ ഒന്നും കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ സാധാരണ ഐഡൻറ്റിഫയർ ഡിക്ലെയർ ചെയ്യാറുണ്ട് പ്രോഗ്രാം എഴുതുമ്പം. അപ്പോൾ നമ്മൾ ഇൻഡ് എ എന്നാണ് എഴുതുന്നത്. ഇപ്പോൾ ഇൻഡ് എ എന്ന് എഴുതിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എ എന്ന് പറഞ്ഞ ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യും. അതിൽ ഇൻറ്റീജർ വാല്യൂ മാത്രമേ പോവുകയുള്ളൂ. അതിന് 4 ബൈറ്റ് കിട്ടുമെന്നറിയാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഒന്ന് കാണിക്കാം. എൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റൂള്, അത് നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നു, പക്ഷെ എഴുതി വെച്ചിട്ടുണ്ട് സ്ത്രീ എന്ന് മാത്രം. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുകയുള്ളൂ. അവിടെ ആർക്കിരിക്കാൻ പാടില്ല? പുരുഷന്മാർ ഇരിക്കാൻ പാടില്ല. അതേ ഒരു മീനിങ് തന്നെയാണ് ഇൻഡ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇൻറ്റീജർ നമ്പർ, അതായത് കൗണ്ടിങ് നമ്പേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. 1, 2, 3, 4. അതാണ് ഇൻഡ് എ എന്നുള്ള ഡിക്ലറേഷൻ. സ്ത്രീകൾക്ക് മാത്രം ഇവിടെ ഇരിക്കാം. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അല്ല, ഒരാൾക്ക് ഒരു സമയത്ത് ഇരിക്കാം ഈ പൊസിഷനിൽ. അതിൻ്റെ പേരാണ് എ എന്ന് കൊടുത്തത്. അതേപോലെ തന്നെയാണ് മെമ്മറി കൊടുക്കുന്നു, അതിൻ്റെ പേര് എ എന്ന് കൊടുക്കുന്നു. അതിൽ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അപ്പോൾ അന്നേരം നമ്മൾ ആലോചിക്കും, ഒന്നിൽ കൂടുതൽ കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 5 പേർക്ക് ഇരിക്കണമെങ്കിൽ 5 സ്റ്റൂൾ കൊണ്ടുവന്നാൽ മതി. അത് പ്രയാസമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ അറേ ഡിക്ലറേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. കളക്ഷൻ ഓഫ് സെയിം ഡാറ്റ ടൈപ്പ്, ഒരേ തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകൾ ഒന്നിൽ കൂടുതൽ സ്റ്റോർ ചെയ്യുക. ഒരു പേരായിരിക്കണം. ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻഡ് എ ഓഫ് 8. അതിൻ്റെ അർത്ഥം എന്താ? എ എന്ന് പറഞ്ഞ മെമ്മറി സ്പേസിൽ 8 പൊസിഷൻ ഉണ്ടായിരിക്കും. ഓരോ പൊസിഷനിലും ഓരോ ഇൻപുട്ടുകൾ. അത് ഏതേ പറ്റുള്ളൂ? ഇൻറ്റീജർ. അപ്പോൾ അതും ഞാനൊന്ന് കാണിക്കാം. ഇവിടെ കണ്ടോ, നമ്മളിവിടെ സ്റ്റൂളിന് പകരം എന്താക്കി മാറ്റി? ഒരു ബെഞ്ചാക്കി. പക്ഷേ സ്ത്രീകൾ മാത്രം. ഇവിടെ 1ാമത്തെ പൊസിഷനിൽ ഒരു സ്ത്രീ, 2ാമത്തെ പൊസിഷനിൽ ഒരു സ്ത്രീ, 3ൽ കയറിയിട്ട് ആരും ഇരിക്കാൻ പറ്റില്ല? ഒരു പുരുഷൻ ഇരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇൻഡ് എ ഓഫ് 8 എന്ന് എഴുതിയത്. അങ്ങനെ എഴുതിക്കൊണ്ട് ഇവിടെ ഇൻറ്റീജർ വാല്യൂ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഇതിന്റെ മീനിങ്. വ്യത്യാസം മനസ്സിലാക്കിക്കൊള്ളുക. ഇൻഡ് എ എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട്. ഇൻഡ് എ ഓഫ് 8 എന്ന് പറഞ്ഞാൽ 8 ഇൻപുട്ടുകൾ കൊടുക്കാം. പക്ഷെ ഏത് ടൈപ്പ് ആയിരിക്കണം? ഒരേ തരത്തിലുള്ള. ഞാൻ ബെഞ്ചെടുത്തിട്ടു, ഇവിടെ ആണും പെണ്ണും കൂടി കലർന്നിരിക്കാൻ പാടില്ല. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? സ്ത്രീകൾ മാത്രം. അങ്ങനെ ഒരു ഡിക്ലറേഷൻ ആണ് അറേയുടെ ഡിക്ലറേഷൻ. അടുത്ത സെക്ഷൻ വീണ്ടും പഠിച്ചു. അറേ കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത് പഠിച്ചത് എന്താ? സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ, വ്യത്യസ്തമായ ഡാറ്റകൾ. ഈ ഡാറ്റകൾ എന്ന് പറയുന്നത് ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ, ലോങ് അങ്ങനെയാണ്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡന്റ് എന്നുള്ളത് കീവേഡ് ആണ്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് പുതിയൊരു ഡാറ്റ ടൈപ്പ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പിന് കൊടുക്കുന്ന പേരാണ് സ്റ്റുഡന്റ്. അതുമായി റിലേറ്റഡ് ആയ ഡാറ്റ ടൈപ്പുകൾ കൊടുത്തു. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ടേബിൾ കണ്ടിട്ടുണ്ടാവും. ഒരു ടേബിളാണിത്, കണ്ടോ? ഇപ്പൊ സ്ട്രക്ചർ എന്ന് പറഞ്ഞ കുറെ ഡാറ്റകളല്ലേ. ഇൻഡ്, ക്യാരക്ടർ, നെയിം, ക്യാരക്ടർ ഗ്രൂപ്പ്, ഫ്ലോട്ട്, ഫീ, അതുപോലെ ഇൻഡ്, മാർക്ക്. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മൾ ടേബിളിൽ കണ്ടോ കുറെ റാക്കുകൾ. ഒരു സ്ഥലത്ത് നോട്ട് ബുക്ക്, ഒരു സ്ഥലത്ത് ടെക്സ്റ്റ് ബുക്ക്, ഒരു സ്ഥലത്ത് പേന,
പെൻസിൽ അങ്ങനെ. അപ്പോൾ ഈ രീതിയിൽ എഴുതുമ്പോൾ നമ്മൾ ഒരു സ്പേസിൽ മാർക്ക് വെക്കാം, ഒരു സ്പേസിൽ പിന്നെ ഫീസ്, ഒരു സ്ഥലത്ത് അഡ്മിഷൻ നമ്പർ, ഒരു സ്ഥലത്ത് ഗ്രൂപ്പ്, ഒരു സ്ഥലത്ത് നെയിം. അപ്പോൾ ഇത് എല്ലാം കൂടി ഒറ്റ ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ സ്റ്റുഡന്റ് എന്ന് പേര് കൊടുത്തത്. അപ്പോൾ ഇതിന്റെ പേര് സ്റ്റുഡന്റ് എന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഡാറ്റ ടൈപ്പുകളാണ്. ഈ ഇത്ര കാര്യങ്ങൾ പോകുന്ന ഡാറ്റ ടൈപ്പ്, ഇത്ര സ്വഭാവം ഉണ്ടാവും. ഈ സ്റ്റുഡന്റിന് ഏതൊക്കെ സ്വഭാവം ഉണ്ടാവും? ഒരു ഇന്റീജറിന്റെ ഉണ്ടാവും, ക്യാരക്ടറിന്റെ, ഇതിന്റെ എല്ലാ ഇൻപുട്ടുകളും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന് കൊടുത്ത പേര് ഏത്? നമ്മുടെ ഈ ടേബിളിന് കൊടുത്ത പേരാണ് എ. സ്ട്രക്ചറിന്റെ പേര് സ്റ്റുഡന്റ് ആണ്. സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ഇൻഡ് എ എന്ന് എഴുതുമല്ലോ. ഇൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞ മെമ്മറി സ്പേസിൽ ഇന്റീജർ വാല്യൂ. അപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് പുതിയൊരു ഡാറ്റ ടൈപ്പ് ആണ്. അതുമായി റിലേറ്റഡ് ആയ ഡാറ്റ ടൈപ്പുകളാണ് ഇൻഡ്, ക്യാരക്ടർ, ഫോട്ടോ ഒക്കെ. അപ്പൊ ആ പുതിയ ഡാറ്റ ടൈപ്പ് വെച്ച് നമ്മളൊരു വേരിയബിൾ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് എ എന്നാണ് എഴുതുക. അപ്പൊ ആ എ എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ഈ പറഞ്ഞ പൊസിഷനുകൾ. ഓരോ പൊസിഷനിലും നമുക്ക് ഓരോ ഇൻപുട്ടുകൾ വെക്കാമെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അറേ, സ്ട്രക്ചർ. ഇനി സ്ട്രക്ചറിന്റെ അടുത്ത ഭാഗമാണ് നെസ്റ്റഡ് സ്ട്രക്ചർ. An element of a structure may itself be another structure is known as nested structure. അതായത് ഒരു സ്ട്രക്ചറിന്റെ ഉള്ളില് വേറൊരു സ്ട്രക്ചർ എലമെന്റ് ആയി വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ. അപ്പോൾ അത് ചെയ്യുന്ന മെത്തേഡ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ ഡെഫിനിഷൻ. ഇപ്പൊ ഇവിടെ സ്ട്രക്ട് ഡേറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ, ഷോർട്ട് ഡേ, ഷോർട്ട് മന്ത്, ഷോർട്ട് ഇയർ. ഒരു സ്ട്രക്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അവസാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സെമികോളൻ കൊടുക്കണം. രണ്ടാമത്തെ സ്ട്രക്ചർ സ്ട്രക്ട് സ്റ്റുഡന്റ്, ഇൻഡ് അഡ്മിഷൻ നമ്പർ, ക്യാരക്ടർ നെയിം ഓഫ് 20, ഡേറ്റ്, DT, ADM, ഫ്ലോട്ട് ഫീ. അപ്പൊ ഇവിടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡേറ്റ് എന്ന് പറയുന്നത് വേറൊരു സ്ട്രക്ചറാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ ഡേറ്റ്, സ്ട്രക്ട് ഡേറ്റ്. അതിൽ വരുന്ന സ്ട്രക്ചർ മെമ്പേഴ്സുകളാണ് ഷോർട്ട് ഡേ, ഷോർട്ട് മന്ത്, ഷോർട്ട് ഇയർ. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? വേറൊരു സ്ട്രക്ചർ, രണ്ടാമത്തെ സ്ട്രക്ചറിന്റെ പേര് സ്റ്റുഡന്റ്, അതിലൊരു മെമ്പറായി മാറുന്നതിനെയാണ് എന്ത് പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ. അത് രണ്ട് രീതിയിൽ എഴുതാം. രണ്ട് സ്ട്രക്ചർ ആയിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ട് അതിവിടെ മെമ്പറാക്കി മാറ്റുകയും ചെയ്യാം. അല്ലെങ്കിൽ കണ്ടുപിടി നോക്കിക്കൊള്ളാം. സ്ട്രക്ട് സ്റ്റുഡന്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, സ്റ്റുഡന്റുമായി വേണ്ട ഡാറ്റകളെല്ലാം കൊടുത്തു, ഇൻഡ് അഡ്മിഷൻ നമ്പർ, ക്യാരക്ടർ നെയിം ഓഫ് 20. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലാണ് സ്ട്രക്ട് ഡേറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ കൊടുത്ത ഔട്ടർ സ്ട്രക്ചർ ഉള്ളിൽ കയറ്റിയിരുന്നു. സ്ട്രക്ട് ഡേറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ, ഷോർട്ട് ഡേ, ഷോർട്ട് മന്ത്, ഷോർട്ട് ഇയർ ബ്രാക്കറ്റ് ക്ലോസ്, ഡേറ്റ് ADM, ഡേറ്റ് അഡ്മിഷൻ. അപ്പോൾ ഇതുണ്ടോ, ഒന്നാമത്തെ സ്ട്രക്ചർ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം രണ്ട് രീതിയിൽ എഴുതാം. ഏത് വേണം നമുക്ക് ഉപയോഗിക്കാം. ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്. നമുക്ക് ഏതാണോ ഉചിതം അതേ രീതിയിൽ എഴുതുക. നോക്കിക്കൊള്ളാം. എക്സാമ്പിൾ നമ്മൾ നേരത്തെ ടേബിൾ കണ്ടു. അതിന് ഇതേപോലെ തട്ടുകൾ ഉണ്ടായിരുന്നു, സ്വിച്ച് ഉണ്ടാവും. ഒരു സ്ഥലത്ത് നമ്മൾ കുറേ ബുക്കുകൾ, കുറച്ച് സ്ഥലത്ത് പിന്നെ പെൻസില്, പിന്നെ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ്, പേന, ഇതൊക്കെ വെക്കാനുള്ള സ്പേസുകൾ ഉണ്ടായിരുന്നു. ഇവിടെയും അതേപോലെ തന്നെയാണ്. പക്ഷെ ഇത് നെസ്റ്റഡ് ആണ്. നെസ്റ്റഡ് എന്ന് പറയുന്നത് അറിയോ? ഇവിടെ തട്ടുണ്ട്, ഇവിടെ തട്ടുണ്ട്, ഇതൊക്കെ കുറേ തട്ടുകളല്ലേ, കുറേ സ്പേസുകളുണ്ട്. പക്ഷെ ഇത് തുറന്നു നോക്കിയാൽ അതിന്റെ ഉള്ളിലും ഉണ്ട് എന്ത്? വേറെ തട്ടുകൾ. അപ്പൊ ആ നെസ്റ്റഡ് ഒന്നിന്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ. ഇതേപോലത്തെ തട്ടുകൾ എവിടെ ഉണ്ടായിരിക്കും? സ്പേസുകൾ ഈ ഷെൽഫിന്റെ ഇത് ഓപ്പൺ ആയി ഡോർ ഓപ്പൺ ചെയ്താൽ അതിന്റെ ഉള്ളിലും കാണാൻ പറ്റും. അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കണ്ടില്ലേ, ഈ സ്ട്രക്ചറിന്റെ ഉള്ളിൽ വേറൊരു സ്ട്രക്ചർ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? നെസ്റ്റഡ്. ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ ഷെൽഫ് നമ്മൾ പുറത്തെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അത് തുറന്നു നോക്കിയാൽ എന്തുണ്ട്? വീണ്ടും അതിനുള്ളിൽ സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആക്കി പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോൾ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇത് മനസ്സിലാക്കുക. എങ്ങനെ ഒന്നിന്റെ ഉള്ളിൽ വേറൊന്ന് വരുന്നതിനെയാണ് നെസ്റ്റഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അറേ, സ്ട്രക്ചർ, നെസ്റ്റഡ് സ്ട്രക്ചർ. അത് കുറച്ച് എക്സാമ്പിളുകളൊക്കെ കാണിച്ച് നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. പക്ഷേ നമുക്കിപ്പോൾ അറിയേണ്ടത് എങ്ങനെയാണ് ഇതൊരു പ്രോഗ്രാമിലോട്ട് മാറ്റുക, പ്രോഗ്രാം എഴുതുക എന്നൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോഗ്രാം ചെയ്തതാണ്. അപ്പം ഞാനിവിടെ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും, അതിൽ വാല്യൂ എങ്ങനെ അസൈൻ ചെയ്യും എന്നൊക്കെയാണ്. നമ്മൾ വാല്യൂ ഇനിഷ്യലൈസേഷൻ ഉണ്ട്, അതാണ് കാണിക്കുന്നത്.
ഇവിടെ ഒരു കുട്ടിയുടെ റോൾ നമ്പർ, നെയിം, സി മാർക്ക്, പി മാർക്ക്, ടി മാർക്ക്, അതിന് ടോട്ടൽ കിട്ടണം. അപ്പോൾ അതിനെന്താ ചെയ്യുക എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം. ഹെഡർ ഫയലുകളൊക്കെ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ഹെഡർ ഫയലുകൾ കൊടുക്കുക. ഇത് നമുക്ക് ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ട്രക്ചർ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. ഏത് പ്രോഗ്രാമാണോ നമ്മൾ ചെയ്യുന്നത് അതുമായി റിലേറ്റഡ് ആയ ഒരു സ്ട്രക്ചർ പേര് കൊടുക്കുക. ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ആ സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു. അവിടെ എന്നോ ബിന്നോ എന്നൊക്കെ കൊടുക്കുന്നതിന് കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതുമായി റിലേറ്റഡ് ആയ ഒരു പേര് ഞാനിവിടെ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ സ്ട്രക്ചർ ഡെഫിനിഷൻ എഴുതുകയാണ്. ഇനി നമുക്ക് വേണ്ടത് അതിൽ വേണ്ട ഡാറ്റ ടൈപ്പുകൾ, ആ ഡാറ്റ ടൈപ്പ് ഡിക്ലെയറുകൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? സ്ട്രക്ചർ നെയിം കഴിഞ്ഞാൽ ബ്രേസസ് ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടിയുടെ റോൾ നമ്പർ കൊടുക്കണം. റോൾ നമ്പർ ഇൻറ്റീജർ ആയിരിക്കും. നമുക്കറിയാം, പോയിന്റുള്ള സംഖ്യകളല്ല കൊടുക്കുക, ഇൻറ്റീജർ കൊടുത്തു. പിന്നെ വേണ്ടത് കുട്ടിയുടെ നെയിം കൊടുക്കുന്നത് ക്യാരക്ടറാണ്, ലെറ്റേഴ്സാണ് ഇൻപുട്ട് പോകുക. അതുകൊണ്ട് ക്യാരക്ടർ കൊടുത്തു. ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സ് വരുമ്പോൾ അതിന് അറേയും കൊടുക്കണം. സെക്ഷനുള്ളിൽ അറേ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ സി മാർക്ക് ഇൻറ്റെന്ന് കൊടുക്കാം. പക്ഷേ നമുക്ക് സി മാർക്ക് എന്ന് പറയുമ്പോൾ 20 താഴെയുള്ള മാർക്കാണ്. ഇവർ 10, 15, 20, 6 ആണ്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് എന്ന് കൊടുത്താൽ മതി. ടൈപ്പ് മോഡിഫയർ ആണ്, പഠിച്ചതാണ്. പ്രാക്ടിക്കൽ മാർക്ക് എന്താ വരിക? 40 മാർക്കാണ് മാക്സിമം. അത് വേണമെങ്കിൽ 20 ആകാം, 25 ആകാം. അപ്പോൾ ഷോർട്ട് കൊടുത്താൽ മതി. അതേപോലെ ടിയുടെ മാർക്ക് അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ 80 അവിടെ നമുക്ക് എന്ത് കൊടുത്താൽ മതി? ഷോർട്ടിന് കൊടുത്താൽ മതി. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ കഴിഞ്ഞാൽ, സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് കൊടുത്ത് സെമികോളൻ കൊടുത്തിരിക്കണം. അതും കൊടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ചുമന്ന അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ സ്ലാഷ് കൊടുത്താൽ ഫസ്റ്റ് ഇയർ പഠിച്ചാണ്. ഡബിൾ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് കമന്റ് ലൈൻ ആണ്. നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് മിഷനിലോട്ട് മാറ്റുമ്പം കമന്റ് ലൈൻ വർക്ക് ചെയ്യില്ല. കമന്റ് ലൈനായി മാറണമെങ്കിൽ ഡബിൾ സ്ലാഷ് കൊടുത്താൽ മതി. 2 ടൈപ്പ് ഉണ്ട്, മൾട്ടി ലൈനും സിംഗിൾ ലൈനും. സിംഗിൾ ലൈൻ ഉപയോഗിക്കുന്നത് ഡബിൾ സ്ലാഷ് ആണ്. ഇതൊക്കെ ഫസ്റ്റ് ഇയർ പറഞ്ഞാണ്. ഇനി നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? ഇൻറ്റ് മെയിൻ, പരാന്തിസ് ഓപ്പൺ, പരാന്തിസ് ക്ലോസിങ്, ബ്രാക്കറ്റ് ഓപ്പൺ. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചെയ്ത സ്ട്രക്ചറിന്റെ പേരെന്താ? സ്റ്റുഡന്റ് വെച്ചൊരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, അവിടെ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ആ ടേബിളിന് കൊടുത്ത പേരാണ് ഞാൻ എ എന്ന് പറഞ്ഞത്. ആ ടേബിൾ ഉണ്ടാക്കിയല്ലോ നമ്മളൊരു കുറെ സ്പേസുകളുള്ള, അതേപോലെയുള്ള ഒരു പേരാണ് ഞാൻ ഇവിടെ കൊടുത്തത് എസ് എന്നാണ്. ഇനി നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ കുട്ടിയുടെ റോൾ നമ്പർ, നെയിം, CPT. അപ്പോൾ ഇത് ടോട്ടൽ കാണാൻ വേണമെങ്കിൽ അതിനുള്ള സ്ട്രക്ചർ കൊടുത്താൽ സ്ട്രക്ചർ വേരിയബിൾ നമുക്ക് കൊടുക്കാം, ടോട്ടൽ സ്കോർ എന്നുള്ളത്. അപ്പോൾ ഇവിടെയും വേണമെങ്കിൽ എഴുതിയാൽ മതി ഇൻറ്റ് ടോട്ടൽ സ്കോർ. അപ്പോൾ ഈ ഇൻറ്റ് ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിയുടെ എല്ലാ മാർക്കും കൂടി ആഡ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന മെമ്മറി സ്പേസ് ആണ് ഇൻറ്റ് ടോട്ടൽ സ്കോർ എന്നുള്ളത്. അത് എഴുതി വെച്ചു. ഇനി ഓരോന്നും എൻ്റർ ദി രജിസ്റ്റർ നമ്പർ. സീൻ S.reg നമ്പർ. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചർ വേരിയബിൾ നെയിം. ഡോട്ട് REG നമ്പർ എന്താണ്? നമ്മൾ ഉണ്ടാക്കിയ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിലെ മെമ്പറാണ് അല്ലെങ്കിൽ എലമെന്റ് ആണ് എന്ത്? REG നമ്പർ. അപ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. വേരിയബിൾ നെയിം കഴിഞ്ഞിട്ട് വേണം ഡോട്ട് ഓപ്പറേറ്റർ കൊടുക്കാൻ. അടുത്ത നെയിം S.name. പിന്നെ എൻ്റർ സ്കോർ CP and T. S.C, S.P, S.T. ഇങ്ങനെ 3 കാര്യങ്ങൾ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. ടോട്ടൽ സ്കോർ ഈക്വൽ ടു S.C പ്ലസ് S.P പ്ലസ് S.T. ഇതും 3 കൂടി ആഡ് ചെയ്തിട്ട് എവിടെ കിട്ടും? ടോട്ടൽ സ്കോർ എന്നുള്ള ഈ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ സ്റ്റോർ ചെയ്യും. അതാണ് ഇൻപുട്ട്. നമുക്കത് ഔട്ട്പുട്ട് കിട്ടണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, നമ്മൾ കൊടുത്ത ഇൻപുട്ടുകളെല്ലാം മെമ്മറി നല്ല ക്ലിയർ ചെയ്യേണ്ടത്. സ്ക്രീനിൽ നിന്ന് ക്ലിയർ പോകണമെങ്കിൽ സിസ്റ്റം ക്ലിയർ ഉപയോഗിച്ചാൽ മതി, അത് ക്ലിയർ ആവും. പക്ഷേ അത് വർക്ക് ചെയ്യാൻ എന്ത് വേണം? ഹാഷ് ഇൻക്ലൂഡ് CSTD_lib എന്നുള്ള ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. വീണ്ടും നമുക്ക് എന്താണോ വേണ്ടത് ആ ഡിസൈൻ നമ്മൾ കറക്റ്റ് ചെയ്യണം. സി ഔട്ട് രജിസ്റ്റർ നമ്പർ, അതിന് നേരെ എന്ത് വരണം? രജിസ്റ്റർ നമ്പർ. സി ഔട്ട് നെയിം ഓഫ് സ്റ്റുഡന്റ്, അതിന് നേരെ S.name. എസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ. സി ഔട്ട് C സ്കോർ, ഓരോന്നും ക്രമത്തിൽ CPT എല്ലാം എഴുതിയിട്ടുണ്ട്. സി ഔട്ട്
ടോട്ടൽ സ്കോർ എന്ന് എഴുതി വന്നിട്ട് നേരെ ഔട്ട്പുട്ടും വരണം. നമുക്ക് ഇന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണുക എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കമ്പൈൽ ചെയ്യുക, ബിൽഡ് ചെയ്യുക, റൺ ചെയ്യുക. അപ്പോൾ ഈ സ്ക്രീനാണ് വരുന്നത്. എൻ്റർ ദി രജിസ്റ്റർ നമ്പർ 1 2 3 4 5 രജിസ്റ്റർ നമ്പർ കൊടുത്തു. എൻ്റർ. അടുത്ത എൻ്റർ നെയിമാണ്. നെയിം നമുക്ക് എന്ത് കൊടുക്കാം? ജോൺസൺ ഒരു പേര് കൊടുത്തു. നെയിം. എൻ്റർ സ്കോർ ഇൻ സി പി ആൻഡ് ടി. ഇപ്പം സി കൊടുക്കണം. സി 20 മാർക്കാണ് മാക്സിമം. ഞാനൊരു കൊടുക്കുന്നത് 18 മാർക്ക്. എൻ്റർ ചെയ്തു. പിന്നെ പി എന്ന് പറയുന്നത് മാക്സിമം 40 മാർക്ക് 38 കൊടുത്തു. പിന്നെ ടി മാർക്ക് 60-ലാണ്. കമ്പ്യൂട്ടർ സയൻസിന് 60-ആണ്. ഞാനൊരു 56 കൊടുത്തു. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പുതിയൊരു സ്ക്രീനിൽ ഫ്രഷ് ആയിട്ട് കിട്ടണം. നോക്കിക്കൊള്ളാം. ഉണ്ടോ? രജിസ്റ്റർ നമ്പർ, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, സി സ്കോർ 18, പി സ്കോർ 38, ടി സ്കോർ 56, ടോട്ടൽ സ്കോർ 112. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഔട്ട്പുട്ട് വന്നപ്പം ഒരു എൻ വെറുതെ പ്രിന്റ് ചെയ്തു. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇവിടെ നമ്മൾ എൻ കൊടുത്തുകൊണ്ടാണ്. അത് മായ്ച്ചു കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞു. ഇനി അതേ പ്രോഗ്രാം തന്നെ നമ്മൾ ചിലപ്പം വാല്യൂ നമ്മൾ അസൈൻ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എഴുതുകയാണ്. ഇപ്പോൾ നമ്മൾ ഇൻറ്റ് ഇവിടെ എഴുതാൻ പാടില്ല. ഇൻറ്റ് എ ഈക്വൽ ടു 10. ഇതിൻ്റെ അർത്ഥം എന്താ? എയുടെ വാല്യൂ 10 ആണെന്നാണ് എൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് സ്ട്രക്ചറിൽ എങ്ങനെ വാല്യൂ ഇനിഷ്യലൈസേഷൻ നടത്താം അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ കൂടെ താഴെ നമ്മൾ സ്റ്റുഡൻറ്റ് എസ് എന്ന് എഴുതിയിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ എസ് ഇവിടെ തന്നെ കൊടുക്കാം. സെമിക്കോളം കൊടുക്കുന്നതിന് മുമ്പ് എസ് ഈക്വൽ ടു കറക്റ്റ് ഡാറ്റ ടൈപ്പ് നോക്കി കൊടുക്കണം. ഒന്നാമത്തെ രജിസ്റ്റർ നമ്പർ എന്താണത്? 1 2 3 4 കോമ. രണ്ടാമത് എന്താണ്? നെയിം. ആ ഡബിൾ കൊട്ടേഷൻ എഴുതുക, കോമ. അടുത്തത് മാർക്ക്, സി മാർക്ക് 18. മൂന്നാമത്തത് പി മാർക്ക്. നെക്സ്റ്റ് ടി മാർക്ക് 48. അപ്പം അങ്ങനെ ക്രമത്തിൽ കൊടുത്തിട്ട് സെമിക്കോളൻ കൊടുത്താൽ മതി. അതാണ് വാല്യൂ അസൈൻ ചെയ്യുന്നത്. ഓരോന്നിൻ്റെ വാല്യൂ രജിസ്റ്റർ നമ്പർ എന്താണ്? നമ്മളിപ്പോൾ സാധാരണ പറഞ്ഞില്ല ഇൻറ്റ് ഈക്വൽ ടു 2 എഴുതുന്നത് അതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതി അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇത് വേണമെങ്കിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് റൺ ചെയ്താൽ നേരെ ഔട്ട്പുട്ട് ആയിരിക്കും വരിക. ഉണ്ടോ? രജിസ്റ്റർ നമ്പർ 1 2 3 4, നെയിം ഓഫ് സ്റ്റുഡൻറ്റ് അരുൺ രാജ്, സി സ്കോർ 18, പി സ്കോർ 34, ടി സ്കോർ 48, ടോട്ടൽ സ്കോർ 100. അപ്പോൾ ഇതാണ് വന്നത്. അപ്പോൾ നോക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പ്രോഗ്രാം ചെയ്തപ്പോൾ ഇൻറ്റ് ടോട്ടൽ സ്കോർ വേണം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്ത പോലെ ഞാനിവിടെ അഡീഷണൽ ആയിട്ട് ഒരു വേരിയബിൾ കൊടുത്തു. ഓൾറെഡി നമ്മൾ ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? എസ്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും വേറെ വേരിയബിൾ നമ്മൾ ഇൻറ്റ് എ കോമ ബി കോമ സി എന്നൊക്കെ എഴുതാലോ. അതേപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻറ്റ് S1 S2 S3 അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് എ ബി എന്നൊക്കെ എഴുതാം. അപ്പോൾ നമ്മളിവിടെ എസ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? എസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻപുട്ട് പോകും. രണ്ടാമത്തെ വേരിയബിളിൻ്റെ പേരാണെന്ത്? S1. പിന്നെ എനിക്ക് വേണ്ടത് ഈ എസ്സിലിരിക്കുന്ന കാര്യങ്ങൾ എവിടെ കിട്ടണം? S1 നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ എക്സാമ്പിളായിട്ടല്ല എഴുതുന്നത്. നമ്മൾ ഇൻറ്റ് എ കോമ ബി സെമിക്കോളൻ ഇൻറ്റ് എ ഈക്വൽ ടു 4 എന്ന് എഴുതി. എ ഈക്വൽ ടു 4 എന്ന് എഴുതി. അപ്പോൾ നമുക്കിനി എയുടെ വാല്യൂ ബിയിൽ കൊടുക്കണേ നമ്മൾ എങ്ങനെ എഴുതുക? ബി ഈക്വൽ ടു എ എന്നല്ല എഴുതുക. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എയും ബിയും. എയുടെ വാല്യൂ 4. അപ്പോൾ എയുടെ വാല്യൂ 4 കിട്ടും. അപ്പം ബി ഈക്വൽ ടു എ എന്ന് പറയുന്ന അർത്ഥം എന്താ? ബിയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 2 വേരിയബിളിലും എന്താണ്? 4 ആണ്. അപ്പോൾ അതേപോലെ നമുക്ക് സ്ട്രക്ചറും എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് S1 എന്ന് കൊടുത്തു. അപ്പോൾ S1 ആരുടെ കാര്യങ്ങൾ കിട്ടണം? എസിൻ്റെ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് S1 ഇസ് ഈക്വൽ ടു എസ് എന്ന് ഡയറക്റ്റായിട്ട് എഴുതാം. അതിനൊരു മിസ്റ്റേക്കും ഇല്ല. അപ്പോൾ നമ്മൾ താഴോട്ട് ഇനി ഉപയോഗിക്കുന്നത് ഇപ്പം പിന്നെ എസ് വെച്ചിട്ടാണെങ്കിൽ ടോട്ടൽ സ്കോർ ഈക്വൽ ടു എസ് ഡോട്ട് സി അങ്ങനെ എഴുതണം. ഇപ്പം ഞാൻ S1 ആണ് ഉപയോഗിക്കുന്നതുകൊണ്ട് ടോട്ടൽ സ്കോർ ഈക്വൽ ടു S1 ഡോട്ട് സി പ്ലസ്
s1.be പ്ലസ് s1.g എന്ന് എഴുതിയാലേ വർക്ക് ചെയ്യുള്ളൂ. അത് റൺ ചെയ്ത് നോക്കുക. ഔട്ട്പുട്ട് സെയിം ഔട്ട്പുട്ട്, അതിനൊന്നും ഒരു മാറ്റമില്ല. അഡീഷണൽ ഒരു വേരിയബിളും കൂടി കൊടുത്തു എന്ന് മാത്രം s1. ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അഡീഷണൽ വേരിയബിൾ കൊടുത്താൽ, ഒരു പുതിയ സ്ട്രക്ചർ വേരിയബിൾ കൊടുത്താൽ അതിലോട്ട് എങ്ങനെയാണ് കോപ്പി ചെയ്യുക. അപ്പോൾ s1 ഈക്വൽ ടു s എന്ന് എഴുതിയാൽ മതി. പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രക്ചറിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പഠിച്ചത്. സ്ട്രക്ചർ എന്നാൽ എന്താണ്? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ ടൈപ്പ്. റിലേറ്റഡ് എന്ന് പറയുന്നത് ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, ഇതിൻ്റെ ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തെ ഒറ്റ ഒരു നെയിമിൻ്റെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചിരുന്നു, എന്താണ് സ്ട്രക്ചർ, എന്താണ് അറേ, ഇത് തമ്മിലുള്ള വ്യത്യാസം. അറേ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ്, ഒരേ തരത്തിലുള്ള എലമെൻറ്റുകളുടെ കൂട്ടം. അത് ഇൻറ്റീജർ ആയിരിക്കാം, ഫ്ലോട്ട് ആയിരിക്കാം, ഡബിൾ ആയിരിക്കാം. പക്ഷേ സ്ട്രക്ചർ അങ്ങനല്ല. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിള്, ലോങ്, ഇതിൻ്റെ കൂട്ടം, ഇതിൻ്റെ ഗ്രൂപ്പിനെ ഒറ്റ ഒരു വേരിയബിളിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ഒരു നെയിമിൻ്റെ കീഴിൽ അതൊരു പുതിയ ഡാറ്റ ടൈപ്പായി മാറുകയും ചെയ്യുന്നു. ആ ഒരു മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇത് പ്രോഗ്രാമിൽ എങ്ങനെ യൂസ് ചെയ്യും, പ്രോഗ്രാമിൽ എങ്ങനെ ഉപയോഗിക്കാം, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതാണ് പഠിക്കാനുള്ളത്. അതിനു മുമ്പ് നമുക്ക് അതെങ്ങനെ ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ഓപ്പറേറ്റാണ്, അതൊക്കെ ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സ്ട്രക്ചർ ഡാറ്റ ഇൻപുട്ട് കൊടുക്കുന്നതും ഔട്ട്പുട്ട് കൊടുക്കാനും ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററിൻ്റെ പേര്, അതിന് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ പീരീഡ് ഓപ്പറേറ്റർ എന്നും പറയും. ഇവിടെ കാണിക്കുന്നു ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നതാണ്. ഡോട്ട് പോയിന്റിൻ്റെ സിമ്പിൾ, അതാണ് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ. ഇതാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ. അത് ഉപയോഗിക്കുന്നത് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം എന്ന രീതിയിലാണ്. ഇവിടെ ഞാൻ പറയുന്നത് മാത്രം, സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം. ഇനി എന്താണ് സ്ട്രക്ചർ വേരിയബിൾ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയ ഐറ്റംസ് എന്തൊക്കെയായിരുന്നു? സ്റ്റുഡൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ, ഇൻറ്റ് ഏജ്, ഇൻറ്റ് റോൾ നമ്പർ, ക്യാരക്ടർ നെയിം, ഫ്ലോട്ട് ഹൈറ്റ്, അതായിരുന്നു കൊടുത്തത്. അതിൻ്റെ ഒറ്റ നെയിമിൽ കൊണ്ടുവന്നു. ആ നെയിമിൻ്റെ പേരാണ് സ്റ്റുഡൻറ്റ്. അതിന് പറയുന്നത് പുതിയൊരു ഡാറ്റ ടൈപ്പ്, അതാണ് സ്ട്രക്ചർ. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ സയൻസിലെ കുട്ടികളാണ്, മാത്സ് പഠിക്കുന്നവരാണ്, കോംപ്ലക്സ് നമ്പർ പഠിക്കും. അത് 2 വാല്യൂസ് ആണ്, ഒന്ന് റിയലും ഒന്ന് ഇമാജിനറിയും. അത് ചെയ്യണമെങ്കിൽ സ്ട്രക്ചർ വേണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ എങ്ങനെ ഉപയോഗിച്ച് ചെയ്യും എന്നാണ്. അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു പുതിയ ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡാറ്റ ടൈപ്പിൻ്റെ പേരാണ് കോംപ്ലക്സ്. അപ്പോൾ ഈ കോംപ്ലക്സ് എന്ന് പറഞ്ഞ പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് എഴുതണം? സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. പിന്നെ വേണ്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതുമായി റിലേറ്റഡ് ആയ ഡാറ്റകൾ എഴുതുക. ഷോർട്ട് റിയൽ, ഇൻറ്റ് റിയൽ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഷോർട്ട് ഇമാജിനറി അല്ലെങ്കിൽ ഇൻറ്റ് ഇമാജിനറി എന്ന് എഴുതാം. അപ്പോൾ 2 ഡാറ്റകളാണ് അതുമായി ബന്ധപ്പെട്ടത്. ബ്രേസ് ഓപ്പൺ ചെയ്ത് ബ്രേസ് ക്ലോസ് ചെയ്യണം. എന്നിട്ട് എന്ത് കൊടുക്കണം? സെമികോളൻ കൊടുക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ തെറ്റ് കാണിക്കും. ആവർത്തിച്ച് പറയുകയാണ്, സ്ട്രക്ചർ ഓപ്പൺ ചെയ്ത് സ്ട്രക്ചർ ക്ലോസ് ചെയ്യുമ്പം സെമികോളൻ നിർബന്ധമാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്ട്രക്ട് കോംപ്ലക്സ്, സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. സ്ട്രക്ചറിനെയും കൊടുത്തു കഴിഞ്ഞ് എന്ത് കൊടുക്കാൻ പാടില്ല? സെമികോളൻ കൊടുക്കരുത്, തെറ്റാണ്. അപ്പോൾ ഇതാണ് സ്ട്രക്ചറിൻ്റെ രൂപം. അത് പ്രോഗ്രാമിലോട്ട് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പ്രോഗ്രാമിൽ എഴുതാറുണ്ട്, 2 സംഖ്യകൾ ആഡ് ചെയ്യുമ്പം ഇൻറ്റ് എ കോമ ബി കോമ സി എന്നെഴുതുന്ന പോലെ
നമ്മൾ സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയും ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് കോംപ്ലക്സ് എക്സ്. കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു തരാം. കോംപ്ലക്സ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻ ചെയ്ത പുതിയ ഡാറ്റ ടൈപ്പ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമർ ചെയ്ത ഡാറ്റ ടൈപ്പിൻ്റെ പേരാണ് കോംപ്ലക്സ്. അത് വെച്ചിട്ട് ഒരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് എ. അപ്പോൾ ഈ എയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് 2 വാല്യൂ സ്വീകരിക്കും. ഏതൊക്കെയാ? റിയലും ഇമാജിനറിയും. അതാണ് നമ്മൾ ആക്സസ് ചെയ്യുന്ന മെത്തേഡിനെ കുറിച്ച് പറഞ്ഞത്. സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെന്റ് നെയിം. കണ്ടില്ലേ? സ്ട്രക്ചർ വേരിയബിളിൻ്റെ പേരെന്താണ്? എ. എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ. കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ അല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പുതിയ ഡാറ്റ ടൈപ്പിൻ്റെ പേരാണ്. അത് വെച്ചിട്ട് ഒരു ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് സ്ട്രക്ചർ വേരിയബിൾ. ഇനി എഴുതേണ്ടത് എ ഡോട്ട് റിയൽ, എ ഡോട്ട് ഇമാജിനറി. അപ്പോൾ അത് നമ്മൾക്ക് ഇൻപുട്ട് കൊടുക്കും, ഔട്ട്പുട്ട് കൊടുക്കുമ്പോഴും അത് അവിടെ നമുക്ക് കാണാം. പക്ഷേ അത് ഉപയോഗിക്കണമെങ്കിൽ ഈ സ്ട്രക്ചറിലെ കണ്ടന്റിനെ ആ വേരിയബിളിലെ കണ്ടന്റ് ഉപയോഗിക്കണമെങ്കിൽ എ ഡോട്ട് റിയൽ, എ ഡോട്ട് ഇമാജിനറി എന്ന് എഴുതൽ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിനി ഒരു ചെറിയൊരു സിമ്പിൾ പ്രോഗ്രാം എഴുതിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അതിലോട്ടാണ് ഇനി നമുക്ക് പോകേണ്ടത്. എല്ലാവരും ഇനി നമ്മുടെ പ്രോഗ്രാമിലോട്ട് ശ്രദ്ധിക്കണം. പ്രോഗ്രാമിൻ്റെ വിൻഡോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടിപ്പോൾ ഏകദേശം ഒരു 4-5 മാസമായിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് ഒന്നും കൂടി പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഒരു കുട്ടിയുടെ നെയിമും റോൾ നമ്പറും ഏജും ഇൻപുട്ട് കൊടുക്കണം. അത് ജനറൽ പ്രോഗ്രാമായി നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് std ഇൻഡ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ഇൻഡ് ഏജ് ഇൻഡ് റോൾ നമ്പർ സെമിക്കോളൻ ക്യാരക്ടർ നെയിം സി ഔട്ട് എൻ്റർ ദി റോൾ നമ്പർ CIN RN അങ്ങനെ കൊടുത്ത് എഴുതാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് സ്ട്രക്ചറാണ്. അത് ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം, സ്ക്രീനിലോട്ട് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും എഴുതാറുള്ള ഹെഡർ ഫയൽ ഹാഷ് include IOStream using name space std semicolon int main അങ്ങനെ എഴുതി പോകാറല്ലേ. അപ്പോൾ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IOStream എഴുതി, യൂസിങ് നെയിം സ്പേസ് std എഴുതി. അതിൽ പ്രത്യേകതയുണ്ട്, യൂസിങ് നെയിം സ്പേസ് stdയും കീവേഡായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതേണ്ടത് സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്രോഗ്രാം ഇൻ്റെ മെയിൻ എഴുതുന്നതിന് മുമ്പ് തന്നെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എഴുതിക്കൊള്ളുക. സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡാണ്. ഞാൻ സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് സ്ട്രക്ചറിൻ്റെ പേര് എന്ത് കൊടുത്തു? സ്റ്റുഡൻറ്റ്. എൻ്റർ. ഇനി അതിൽ റിലേറ്റഡ് ആയ ഡാറ്റ ടൈപ്പുകൾ എഴുതണം. ഏതൊക്കെയാണ് പറയുന്നത്? റോൾ നമ്പർ ഇൻഡ് റോൾ നമ്പർ ഞാൻ RN എന്നാണ് എഴുതിയത്. പിന്നെ ഏജ് അത് 2 എഴുതി കോമ ഇട്ടിട്ട്. പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് കുട്ടിയുടെ പേര്. അപ്പോൾ ഉപയോഗിക്കേണ്ടത് ക്യാരക്ടർ. ഇതെല്ലാം ഡാറ്റ ടൈപ്പുകളാണ്. ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ടാണ് നീല അക്ഷരത്തിൽ കാണിക്കുന്നത്. സ്റ്റുഡൻറ്റ് ഇൻഡ് RN ഏജ് ക്യാരക്ടർ. ഇനി നമ്മൾ ക്യാരക്ടർ കൊടുക്കുമ്പോൾ കുട്ടിയുടെ നെയിം ആയതുകൊണ്ട് ഞാൻ അതിന് കൊടുത്ത പേര് എസ് നെയിം എന്നാണ്, സ്റ്റുഡൻറ്റ് നെയിം എന്നാണ് എൻ്റെ ഉദ്ദേശം. പേര് കൊടുക്കുമ്പോൾ എസ് നെയിം എന്ന് കൊടുത്താൽ ക്യാരക്ടർ 1/2 ഉള്ളൂ. എസ് നെയിം എന്ന് മാത്രം കൊടുത്താൽ കുട്ടിയുടെ പേര് ഫുൾ നെയിം എഴുതാൻ പറ്റില്ല, ഒരക്ഷരമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ ഒരേ ടൈപ്പ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? അറേ ക്രിയേറ്റ് ചെയ്യണം. 1 ഡൈമെൻഷൻ അറേ കൊടുത്താൽ മതി. ഒരു 25 അക്ഷരം കൊടുത്തുള്ള ഒരു കുട്ടിക്ക് മാക്സിമം അത്രേ വരുള്ളൂ, ചാൻസ് അത്ര തന്നെ വരാനുള്ളൂ. ക്യാരക്ടർ നെയിം, ക്യാരക്ടർ എസ് നെയിം, സബ്സ്ക്രിപ്റ്റ് 25 കൊടുത്തു. ഇത് 1 ഡൈമെൻഷൻ അറേ. ഇതാണ് അറേ, കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ്, ഒരേ തരത്തിലുള്ള ഡാറ്റ. എസ് നെയിം സ്റ്റോറിയും ക്യാരക്ടർ. എൻ്റർ ചെയ്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് എനിക്ക് 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. റോൾ നമ്പർ, ഏജ്, നെയിം. അത് കഴിഞ്ഞാൽ സെമിക്കോളൻ കൊടുക്കണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ പ്രോഗ്രാം തെറ്റ്.
ഇനി ബാക്കി പ്രോഗ്രാം എഴുതാൻ പോവാണ്. ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ സാധാരണ പ്രോഗ്രാം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഹാഷിംഗ് കോഡ് യൂസ് ചെയ്യും. യൂസിങ് നെയിം സ്പേസ് std ഇൻഡ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ഇൻഡ് ആർ കോമ ഏജ് ക്യാരറ്റ് നെയിം ഡയറക്റ്റായിട്ട് നമ്മൾ സി ഔട്ട് എഴുതി നെയിം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് എഴുതാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു മാറ്റം വന്നു. ഇവിടെ പറയുന്നത് സ്ട്രക്ചർ ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പം സ്ട്രക്ചർ ക്രിയേഷൻ കഴിഞ്ഞു. ഇനി നമ്മളത് യൂസ് ചെയ്യണം. യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയ ഡാറ്റ ടൈപ്പിൻ്റെ പേരാണെന്ത് സ്റ്റുഡൻറ്റ്. ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഇൻഡ് മെയിൻ പരാന്തിസ് ഓപ്പൺ പരാന്തിസ് ക്ലോസ് സെമിക്കോളൻ കൊടുക്കരുത്, മറന്നു പോകരുത്. കുറച്ച് കാലമായി പഠിച്ചിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് സെമിക്കോളൻ കൊടുക്കാതെ ചെയ്യുക. ഇനി ബ്രേസസ് ഓപ്പൺ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാ എഴുതുമ്പോൾ ഇൻഡ് റോൾ നമ്പർ അങ്ങനെ എഴുതുക. പക്ഷെ നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കി. ആ ഡാറ്റ ടൈപ്പിൻ്റെ പേരെന്താണ്? സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് അതങ്ങനെ എഴുതുമ്പോൾ കാണിക്കും. കണ്ടല്ലേ, ശ്രദ്ധിച്ച് നോക്കുക. അത് ക്രിയേഷൻ ആയതുകൊണ്ടാണ് സ്റ്റുഡൻറ്റ്. ഉണ്ടോ? പുതിയ ഡാറ്റ ടൈപ്പായി. ഇനി അത് വെച്ചിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ വേരിയബിളിന് ഞാൻ കൊടുക്കുന്ന പേരാണ് എ എന്നാണ് പേര് കൊടുത്തത്, സെമിക്കോളൻ. നമ്മൾ ഇൻഡ് എ എന്ന് എഴുതുന്ന പോലെ തന്നെ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇൻഡ് എ എന്ന് എഴുതിയാൽ എയിൽ എന്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ? ഒരു ഇൻറ്റീജർ വാല്യൂ മാത്രം. ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്മറി സ്പേസിൽ റോൾ നമ്പറും ഏജും എസ് നെയിമും ഉള്ള 3 ഇൻപുട്ടുകൾ കൊടുക്കാൻ ഉള്ള സ്പേസ് കിട്ടും. അപ്പോൾ അതിൻ്റെ മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത് റോൾ നമ്പർ 4 ബൈറ്റ്, ഏജ് റോൾ നമ്പർ 4 ബൈറ്റ്, ഏജ് 4, 4 4 8, എസ് നെയിം 25 ബൈറ്റ്. അപ്പോൾ എത്രയായി? 4 8 25 8 കൂട്ടണം 33 ബൈറ്റ് മെമ്മറി സ്പേസ് കിട്ടും. എയ്ക്ക് അത്ര ഉണ്ടാവും. അപ്പോൾ സ്റ്റുഡൻറ്റ് ഏത് കൊടുത്തു. ഇനി നമുക്ക് താഴോട്ട് പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതും സി ഔട്ട് എൻ്റർ ദി റോൾ നമ്പർ /n കൊടുക്കും. എന്തിനാണ്? ഇൻപുട്ട് നെക്സ്റ്റ് ലൈനിൽ കൊടുക്കാൻ വേണ്ടി. സെമിക്കോളൻ. ഇനിയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്? റോൾ നമ്പർ കൊടുക്കണമെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം നമ്മൾ പഠിച്ചു. ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് ആയാലും കൊടുക്കേണ്ട ഓപ്പറേറ്റർ ഡോട്ട് ഓപ്പറേറ്റർ. അത് ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടതാണ് വേരിയബിൾ നെയിം കൊടുക്കണം. സ്ട്രക്ചർ വേരിയബിൾ നെയിം. സ്ട്രക്ചർ വേരിയബിൾ നെയിം എന്താണ്? എ ഡോട്ട് എലമെൻറ്റ്. എലമെൻറ്റ് എന്ന് പറയുന്നതാണ് RN. നമ്മൾ കൊടുത്ത ആ സ്ട്രക്ചറിലെ RN. എ ഡോട്ട് RN സെമിക്കോളൻ. നെക്സ്റ്റ് വാല്യൂ എന്താ വേണ്ടത്? സി ഔട്ട് എൻ്റർ ദി ഏജ്. പുതിയ ലൈനിൽ പോകണമെങ്കിൽ /n. റെഡി അല്ലേ? നെക്സ്റ്റ് സീൻ ഇൻപുട്ട് കൊടുക്കണം. ഏത് സ്ട്രക്ചർ വേരിയബിള്? എ എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിളിൽ എന്ത് കൊടുക്കണം? ഏജ് പറഞ്ഞ മെമ്മറി കൊടുക്കണം. സെമിക്കോളൻ. നെക്സ്റ്റ് സി ഔട്ട് എൻ്റർ ദി നെയിം. /n സീൻ എഴുതണം. എന്താണ്? ഏതാ സ്ട്രക്ചർ നെയിമിൻ്റെ സ്ട്രക്ചർ വേരിയബിൾ? എ ഡോട്ട് നമ്മൾ കൊടുത്തത് എന്താണെന്ന് നോക്കണം. ഏതാ കൊടുത്തിരിക്കുന്നത്? എസ് നെയിം. അപ്പോൾ എ ഡോട്ട് എസ് നെയിം സെമിക്കോളൻ. അപ്പോൾ ഇൻപുട്ട് കൊടുക്കാനായി. ഇനി നമുക്ക് ഇങ്ങനെ കൊടുത്താൽ പ്രോഗ്രാം റണ്ണാവും. റിട്ടേൺ 0 സെമിക്കോളൻ മെയിൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ചെയ്യേണ്ടത് ഫയൽ സേവ് ചെയ്യണം. ഇത് ഓൾറെഡി സേവ് ചെയ്താണ്. ഞാൻ ഒന്നുകൂടെ പേര് മാറ്റി കൊടുക്കുകയാണ്. ഫയൽ സേവ്. പേര് നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് std1 എന്ന് കൊടുത്തു. ഒരു എക്സാമ്പിൾ ആട്ടോ. std1.cpp. എന്തായാലും ഫയൽ സേവ് ചെയ്യുമ്പം നിർബന്ധമായും C++ൻ്റെ എക്സ്റ്റൻഷനായ CPP കൊടുക്കണം. മറന്നു പോകരുത്. ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്താൽ വർക്ക് ചെയ്യില്ല. CPP എന്ന് സ്മോൾ ലെറ്റർ തന്നെ ഉപയോഗിക്കണം. നമ്മൾ സേവ് ചെയ്തു. റെഡിയാണ്. ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ഉപയോഗിക്കുന്നതിനാ നമ്മുടെ സോഴ്സ് കോഡിനെ മെഷീനിലോട്ട് മാറ്റണം. കമ്പൈൽ ഇവിടെ എഴുതി കാണിച്ചു.
സക്സസ്ഫുള്ളി. കണ്ടില്ലേ താഴത്തെ ലൈനിൽ ഫിനിഷ് സക്സസ്ഫുള്ളി. ഒന്ന് ബിൽഡ് ചെയ്തോളാം. ഇനി വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബിൽഡിംഗ് കൂടെ വരുമ്പം കറക്റ്റ് ആവും. ഇനി നമുക്ക് റൺ ചെയ്യാം. ഇപ്പം ഇവിടെ കണ്ട സ്കെയിൽ കണ്ടു, എൻ്റർ ദി റോൾ നമ്പർ. ഇവിടെ നമുക്ക് റോൾ നമ്പർ 1. റോൾ നമ്പർ 1. എൻ്റർ ദി ഏജ് 17. എൻ്റർ ദി നെയിം ബാബു. ഇത് കൊടുത്തു. ഇത് ഇൻപുട്ടാണ്. നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഡിസ്പ്ലേ ആയിട്ട് വരണം. എങ്ങനെ കറക്റ്റായിട്ട് ഒരു ഭംഗിയായിട്ട് റോൾ നമ്പർ 1, ഏജ് 17, നെയിം ബാബു എന്നുള്ള രീതിയിൽ കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ ഒന്നും കൂടി ഇതെല്ലാം ഇൻപുട്ടാണ്. വീണ്ടും ഔട്ട്പുട്ട് എഴുതണം. അപ്പോൾ വീണ്ടും ഔട്ട്പുട്ട് എല്ലാം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്താ? ഇൻസേർഷൻ ഓപ്പറേറ്റർ ആണ്. മെമ്മറിയിൽ നിന്നും സ്ക്രീനിലോട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എഴുതുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. സി ഔട്ട് എന്ന് പറയുന്ന മെമ്മറി തന്നെയാണ്. സി എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ആണ്, കീബോർഡിൽ നിന്ന് മെമ്മറിയിലോട്ട്. അപ്പോൾ ഇനി എല്ലാ ഔട്ട്പുട്ടുകൾ മാത്രമേ എഴുതാൻ പാടുള്ളൂ. സി ഔട്ട് എന്ത് വരണം? നെയിം. നെയിം എഴുതി 5 സ്പേസ് മാറിയിട്ടാണ് കിട്ടേണ്ടതെങ്കിൽ സോറി ആയി നമുക്ക് റോൾ നമ്പർ എഴുതാം. റോൾ നമ്പർ 5 സ്പേസ് മാറി കിട്ടണമെങ്കിൽ /t ഉപയോഗിക്കുക. ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. പിന്നെ ഓപ്പറേറ്റർ റിപ്പീറ്റ് ചെയ്യുക. ഏത്? ലെസ് ദാൻ ഉള്ള ഓപ്പറേറ്ററിന് പറയുന്ന പേരാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇൻസേർഷൻ ഓപ്പറേറ്റർ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടോ? ഇവിടെയുമുണ്ട്. അങ്ങനെ സെയിം ലൈനിൽ തന്നെ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ റിപ്പീറ്റ് ചെയ്യുന്നതിന് എന്താണ് പറയുക? കാസ്കേഡിങ് ഓപ്പറേറ്റർ. മറന്നു പോകരുത്, കാസ്കേഡിങ്. ഇപ്പോൾ ഇവിടെ കിട്ടേണ്ട ഔട്ട്പുട്ട് നമ്മൾ റോൾ നമ്പറിന് ഇൻപുട്ട് കൊടുത്തത് a.rn ആണെങ്കിൽ ഔട്ട്പുട്ടും കൊടുക്കേണ്ടത് അങ്ങനെയാണ്. സി ഔട്ട് a.rn. വീണ്ടും അടുത്ത ലൈനിലാണ് നമുക്ക് നെക്സ്റ്റ് പിന്നെ ഏജ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഡബിൾ കൊട്ടേഷൻ കൊടുത്ത് /n കൊടുത്താൽ മതി. സെമിക്കോളൻ. എൻ്റർ. വീണ്ടും എഴുതണം. സി ഔട്ട് എന്ത് കിട്ടണം? ഏജ് /t. എവിടെ ഇരിക്കുന്നത്? a.h എന്ന് പറഞ്ഞ മെമ്മറി സ്പേസ്. ഡബിൾ കൊട്ടേഷൻ /n സെമിക്കോളൻ. നമുക്കിവിടെ a.rn ഡബിൾ കൊട്ടേഷൻ കൊടുക്കാൻ പാടുണ്ടോ? ചിലപ്പോൾ എറർ വരും. അത് മാത്രമല്ല മെമ്മറിയിലുള്ള കണ്ടന്റിനെ കാണിക്കണമെങ്കിൽ ഡബിൾ കൊട്ടേഷൻ കൊടുക്കാൻ പാടില്ല. ഡബിൾ കൊട്ടേഷൻ a.rn ചിലപ്പോൾ അതേപോലെ പ്രിന്റ് ചെയ്യും. റോൾ നമ്പർ നമ്മൾ അതേ പ്രിന്റ് ചെയ്യേണ്ടത് കൊണ്ടാണല്ലോ ഡബിൾ കൊട്ടേഷൻ ചെയ്തത്. ഇപ്പോൾ ഡബിൾ കൊട്ടേഷൻ ചെയ്യുന്ന കണ്ടന്റ് സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണ്. അത് അതേപോലെ തന്നെ മെമ്മറിയിൽ ഒരു മാറ്റം വരാതെ പ്രിന്റ് ചെയ്യും. ലാസ്റ്റ് സി ഔട്ട് നെയിം. /t എവിടെയായിരിക്കുന്നത്? a.s നെയിം. എസ് നെയിം എന്ന് പറഞ്ഞ മെമ്മറി സ്പേസ് ആണ്. ഈ /ന്റെ ആവശ്യമില്ല, കൊടുക്കുന്നു മാത്രം. സെമിക്കോളൻ. ഇപ്പോൾ എല്ലാം എഴുതി കഴിഞ്ഞു. പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊള്ളാണ്ടോ? ഹാഷൻ കൂടെ യൂസിങ് നെയിം സ്പേസ് std struct സ്റ്റുഡൻറ്റ്. അതിൽ വന്ന struct എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? പുതിയൊരു യൂസർ ഡിഫൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് സ്റ്റുഡൻറ്റ്. ഇൻറ്റ് റോൾ നമ്പർ, ഇൻറ്റ് ഏജ്, ക്യാർ നെയിം ഓഫ് 25. ഇനി നമ്മൾ പ്രോഗ്രാം എഴുതുന്നു. ഇൻറ്റ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ. പുതിയ ഡാറ്റ ടൈപ്പാണ് സ്റ്റുഡൻറ്റ്. അത് വെച്ചിട്ടൊരു വേരിയബിൾ, സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ വേരിയബിളിൻ്റെ കീഴിലാണ് ഈ പറഞ്ഞ റോൾ നമ്പറും ഏജും നെയിമും വരുന്നത്. അതിന് മെമ്മറി സ്പേസ് വരും. അതിൽ ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ട് മൊത്തത്തിൽ എ എന്ന് പറഞ്ഞ മെമ്മറി സ്പേസ്, അതിൻ്റെ ഉള്ളിലാണ് റോൾ നമ്പർ, ഏജ്, നെയിം വരുന്നത്. ഇനി ഓരോന്നും നമ്മൾ സാധാ പ്രോഗ്രാം എഴുതുന്ന പോലെ എൻ്റെ റോൾ നമ്പർ. സീൻ ആർഎൻ എഴുതാൻ പാടില്ല. എയിലെ ആണ് ആർഎൻ, അതുകൊണ്ടാണ് a.rn. ഇപ്പോൾ ആക്സസിങ് ഓപ്പറേറ്ററായ ഡോട്ട് ഉപയോഗിക്കണം. ഇനി എൻ്റർ ദി ഏജ്, a.h എഴുതി കഴിഞ്ഞിട്ട് എൻ്റർ ദി നെയിം. എന്ത് ചെയ്യണം? ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ സീൻ a.name, സീൻ
എ ഡോട്ട് എസ് നെയിം നമ്മൾ മുകളിൽ കൊടുത്ത അതേ പേര് തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്, മാറിപ്പോരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻപുട്ടാണ്. നമുക്കത് സ്ക്രീനിലോട്ട് ഔട്ട്പുട്ട് വരണമെങ്കിലാണ് സി ഔട്ട് റോൾ നമ്പർ /t എ ഡോട്ട് ആർ എൻ, സി ഔട്ട് ഏജ് എ ഡോട്ട് ഏജ്, സി ഔട്ട് നെയിം എ ഡോട്ട് എസ് നെയിം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ഫ്രീ ആണ്, എറർ ഫ്രീ ആണ്, ഒരു എററും ഇല്ല, സക്സസ്ഫുള്ളി ആണ്. ബിൽഡ് റൺ ഉണ്ടോ. എൻ്റർ ദി റോൾ നമ്പർ 1 കൊടുത്തു, ഏജ് 17 നേരത്തെ കൊടുത്ത പോലെ, പേര് ബാബു തന്നെ കൊടുത്തു, കണ്ടല്ലേ. റോൾ നമ്പർ 1 ഏജ് 17 നെയിം എ ഡോട്ട് എസ് നെയിം. അപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക്, നെയിം എന്താ വരേണ്ടത്, ബാബു എന്നാണ് കിട്ടേണ്ടത്. എന്ത് പറ്റി, പ്രോഗ്രാമിലോട്ട് തിരിച്ചു പോകണം. നമ്മൾ എഴുതിയെടുത്തൊരു മിസ്റ്റേക്ക് ഇവിടെ അറിയാതെ കൊടുത്തു. എന്ത്, ഡബിൾ കൊട്ടേഷൻ അറിയാതെ സംഭവിച്ചതാണ്. അപ്പോൾ എത്ര കൊടുക്കാൻ പാടുള്ളൂ, /t കഴിഞ്ഞിട്ട് ഒരെണ്ണം. ഇനി കമ്പയർ ചെയ്ത് റൺ ചെയ്ത് നോക്കുക. ഇപ്പോഴും എറർ. ഇവിടെ കൊടുക്കണം, അതും മറന്നിരുന്നു അല്ലേ. ഇതൊക്കെ തെറ്റുകളാണ്. കമ്പ്യൂട്ടർ തെറ്റുകൾ കണ്ടുപിടിക്കാൻ മിടുക്കനാണ്. ഉണ്ടോ, വീണ്ടും തെറ്റി. എസ് ഡോട്ട് നെയിം എന്ന് എഴുതേണ്ടത്, ഞാൻ എന്ത് ചെയ്ത്, നെയിം സ്പെല്ലിംഗ് തെറ്റല്ലേ, NAME നെയിം, യെസ് എ ഡോട്ട് എസ് നെയിം. നീ കമ്പയർ ചെയ്ത് നോക്കുക. റോൾ നമ്പർ 1 ഏജ് 17, പേര് പഴയ പേര് ബാബു, മാറ്റല്ല. ഉണ്ടോ, റോൾ നമ്പർ 1 കണ്ടില്ലേ, റോൾ നമ്പർ കാണുന്നുണ്ടോ. എൻ്റെ റോൾ നമ്പർ 1 കൊടുത്തു, എൻ്റെ ഏജ് 17, എൻ്റെ നെയിം ബാബു, റോൾ നമ്പർ 1 ഏജ് 17 നെയിം ബാബു. അത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടി. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഓരോ ഇൻപുട്ടുകളും കൊടുക്കുന്നു അല്ലേ. നമ്മൾ ഒന്നാമത്തെ റോൾ നമ്പർ കൊടുത്തു, ഏജ് കൊടുത്തു, നെയിം കൊടുത്തു. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് താഴെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇത് മാത്രം വന്നാൽ മതി. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഫംഗ്ഷനൊക്കെ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. പിന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ ഒരു ഫംഗ്ഷനാണ് സിസ്റ്റം ക്ലിയർ. സിസ്റ്റം ക്ലിയർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്ക്രീൻ ക്ലിയർ ചെയ്യും. നമ്മൾ ഇൻപുട്ട് കൊടുത്തതെല്ലാം ക്ലിയർ ആയിട്ട് ഫ്രഷ് ആയിട്ട് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് സിസ്റ്റം ക്ലിയർ. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തുപയോഗിച്ചാൽ മതി, ഹെഡർ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഫയലിൻ്റെ പേരാണ് #cstdlib എന്നുള്ള ഹെഡർ ഫയൽ കൊടുത്താൽ നമ്മുടെ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഏത്, സിസ്റ്റം ക്ലിയർ എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അതിൻ്റെ വർക്കിംഗ് കൂടെ ഒന്ന് നമുക്ക് നോക്കാം. റൺ ചെയ്തു. എൻ്റെ റോൾ നമ്പർ 2 കൊടുക്കുകയാണ്. ഇപ്പോൾ ഏജ് 18, പേര് കാർത്തിക, എൻ്റെ കണ്ടോ, പഴയ സ്ക്രീൻ പോയി. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു വൃത്തിയായി അല്ലേ. നമ്മൾ കൊടുത്ത ഇൻപുട്ട് കാണേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് വേണ്ട ഔട്ട്പുട്ടാണ് വേണ്ടത്. റോൾ നമ്പർ 2 ഏജ് 18 നെയിം കാർത്തിക. അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. സ്ട്രക്ചർ എലമെൻറ്റ് എങ്ങനെ ആക്സസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മൾ അറിയേണ്ടത് ആദ്യം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ അറിയണം. സ്ട്രക്ചർ ക്രിയേറ്റ് എങ്കിൽ സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. പിന്നെ ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. അതുമായി ബന്ധപ്പെട്ട പേരായിരിക്കണം. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു. പിന്നെ അതുമായി റിലേറ്റഡ് ആയ ഡാറ്റ ടൈപ്പുകൾ, സ്റ്റുഡൻറ്റ് റിലേറ്റഡ് ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണ്, ഇൻറ്റ്, ക്യാരക്ടർ, ഫ്ലോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ അല്ലേ. ഇൻറ്റ് റോൾ നമ്പർ, ഇൻറ്റ് ഏജ്, ക്യാരക്ടർ നെയിം. പിന്നെ അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റ് എ എന്ന് എഴുതുന്ന പോലെ, പ്രോഗ്രാമിലേക്ക് എഴുതുന്ന പോലെ തന്നെയാണ്. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്പാണ്. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എന്താണ്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ്. സ്റ്റുഡൻറ്റ് എയുടെ പ്രത്യേകത നമ്മൾ മുകളിൽ കൊടുത്ത 3 മെമ്മറി സ്പേസുകൾ, റോൾ നമ്പർ, ഏജ്, ക്യാരക്ടർ, അത്ര സ്പേസ് കിട്ടും. നമ്മൾ കൂട്ടിയെടുത്താണ് 4 4 8. ഏജിനും റോൾ നമ്പറിന് 8 ബൈറ്റും ബാക്കി 25 ബൈറ്റും 33 ബൈറ്റാണ് എക്ക് കിട്ടുന്നത്. ഇനി ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ പഠിച്ചു എന്ത്, ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം, A.RN. അല്ലാതെ CIN നേരെ RN ഉപയോഗിക്കരുത്. അവിടെ സ്ട്രക്ചർ ഇല്ലെങ്കിലേ പറ്റുള്ളൂ. ഇവിടെ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കണം. അതേപോലെ 1 by 1 ആയിട്ട് കൊടുത്തുള്ള സിസ്റ്റം ക്ലിയർ ആയിട്ട് വരണമെങ്കിൽ സിസ്റ്റം ക്ലിയർ എന്നുള്ള ഫംഗ്ഷൻ എഴുതുക. ഹെഡർ ഫയൽ cstdlib എഴുതിക്കൂടുക. ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണോ സ്ക്രീനിൽ കാണിക്കേണ്ടത് എഴുതി വരേണ്ടത്, മാറ്റങ്ങളില്ലാതെ എഴുതി വരേണ്ടത് ഡബിൾ കൊട്ടേഷനുള്ളിൽ റോൾ നമ്പർ എഴുതണം. അത് അങ്ങനെ എഴുതി. പിന്നെ മെമ്മറിയിലെ കണ്ടന്റ് കാണിക്കണമെങ്കിൽ
ഏതാണോ കാണേണ്ടത്, നമുക്ക് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഏതിനെ കാണിക്കണം, റോൾ നമ്പർ. അപ്പോൾ a.rn അങ്ങനെ താഴോട്ട് 1 എഴുതുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. നാളെ ഇനി ഇതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. അപ്പോൾ അന്നേരം പിന്നെ അതുകൊണ്ട് കാര്യമില്ലാതാകരുത്. അന്നു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചാൽ മതി, ഒരു പ്രയാസം ഉണ്ടാവില്ല, നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. പ്രോഗ്രാമിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആയി മാറണം. നിങ്ങളൊക്കെ ഒരു പ്രോഗ്രാമർ ആകേണ്ട കുട്ടികളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.